നമസ്തേ, ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകളിൽ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാത്ത ചില രംഗങ്ങളുണ്ട്. രക്ഷാപ്രവർത്തകന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന കുരുന്ന ജീവന്റെ കണ്ണിലെ ഭയം, ഉറ്റവരെ നഷ്ടപ്പെട്ട കൗമാരക്കാരന്റെ ഹൃദയഭേദകമായ കരച്ചിൽ, കണ്ണുനീർ ഒളിപ്പിക്കാൻ സാധിക്കാതെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും, എന്തിനേറെ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വിങ്ങിപ്പൊട്ടിയ ഞങ്ങളുടെ ക്യാമറാമാന്റെ ദൃശ്യങ്ങൾ പോലും നാം ഓരോരുത്തരുടെയും ഹൃദയത്തെ മുറിപ്പെടുത്തുന്നവ തന്നെയാണ്. ഒരു വിങ്ങലോടെ അല്ലാതെ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ല. ദുരന്തമുഖത്ത് കൈമയും മറന്ന് അധ്വാനിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ തിരച്ചിലിൽ ഏർപ്പെടുന്ന സേന, നാട്ടുകാർ, സേവാഭാരതി തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ ഉരുൾപൊട്ടലുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമെത്തി രക്ഷാപ്രവർത്തകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നിശബ്ദ സേവനം നടത്തുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയവ ആശ്വാസത്തിന്റെ വെളിച്ചം തന്നെയാണ് ഈ ദുരന്തമുഖത്ത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇപ്പോൾ ഇത്തരം കാഴ്ചകൾക്ക്, ദുരന്ത കാഴ്ചകൾക്ക് ക്ഷാമമില്ല എന്നത് അതീവ സങ്കടകരമാണ്. 2017 ഓഖി, 2018 19 പ്രളയങ്ങൾ, അങ്ങനെ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യർ, ഉറ്റവരെയും അന്ന് വരെയുള്ള സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ഇന്നും ഈ ദുരന്തമേറി ജീവിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യജീവനുകൾക്ക് മുന്നിൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ നിരത്തി മലയാളി എന്തോ ആണെന്ന അഹങ്കാരത്തിൽ ജീവിക്കാൻ ശീലിപ്പിച്ച ഭരണ രാഷ്ട്രീയ സംവിധാനത്തെയും നമുക്ക് പരിചിതമാണ്. അതേ മലയാളി വയനാട്ടിൽ ഇപ്പോഴത്തെ മറ്റൊരു ദുരന്തം കൂടി അഭിമുഖീകരിക്കുന്നു. തുടരുന്ന ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ ഭരണ രാഷ്ട്രീയ വ്യവസ്ഥിതികൾക്ക് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത ഉറപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സോക്കോൾഡ് പ്രബുദ്ധമായ സാമൂഹിക വ്യവസ്ഥിതിക്ക് ആകെ അപമാനകരമാണ് എന്നുകൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. ഏതൊരു ദുരന്തം സംഭവിക്കുമ്പോഴും മറ്റുള്ളവരെ പഴിചാരി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന ഭരണാധികാരികളെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യവുമില്ല. 2 ആഴ്ച മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് ആമേഴ്ചാൻ തോട്ടിൽ ജീവൻ പൊലിഞ്ഞ ജോയി എന്ന യുവാവ് അതിനൊരു ഉദാഹരണമാണ്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേയുടെ ചുമലിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരം കൈകഴുകലല്ല വേണ്ടത്. പകരം എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പിന്നീട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുന്ന ക്രിയാത്മകമായ ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനും ഏതിനും രാഷ്ട്രീയം പറയുന്ന, അമ്മയെ തല്ലിയാലും 2 പക്ഷം പറയുന്ന നമ്മൾ മലയാളികൾ എന്ത് കരുതലാണ് ഈ മനുഷ്യനെ പോലുള്ള മുദ്രാവാക്യമുണ്ടാക്കിയും ചുവരെഴുത്ത് നടത്തിയും കാർട്ടൂൺ വരച്ചും ബക്കറ്റ് പിരിവ് നടത്തിയും അതിൽ കൈയിട്ട് വാരിയും പിന്നെ ഈ ദുരന്തം മറന്ന് മറ്റൊരു ദുരന്തത്തിനായി കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട സമൂഹമായി പ്രബുദ്ധ മലയാളി മാറുന്നു എന്ന ദുഃഖകരമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതി ദുരന്തങ്ങൾ തടുക്കാൻ സാധാരണക്കാരോ ഭരണ സംവിധാനങ്ങളോ ഒരു പരിധിവരെ പ്രാപ്തരല്ല എന്നത് സത്യമാണെങ്കിലും ഇത്തരം ദുരന്തങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കാൻ ഒരു ശ്രമവും ഉണ്ടായില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് എന്നതിൽ സംശയമില്ല. വയനാട് വിഷയത്തിൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയതാണ്. അതിന് കൃത്യമായ മറുപടി ദുരന്തത്തിനിടയിൽ രാഷ്ട്രീയം പറയുന്നു എന്ന സ്ഥിരം പഴഞ്ചൊല്ലിൽ, അല്ലെങ്കിൽ കിട്ടിയത് കാലാവസ്ഥാ മുന്നറിയിപ്പ് മാത്രമാണ് എന്ന ക്യാപ്സൂളിൽ ഒതുക്കിയ കാഴ്ചയെ നമ്മൾ കണ്ടു. പൊതുവിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നമ്മൾ മനുഷ്യരുടെ ചെയ്തികളും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾക്ക് അഥവാ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്നതിൽ സംശയമില്ല. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഭരണ സംവിധാനത്തിന്റെ കുറ്റകരമായ അലംഭാവം കൂടി ചേരുമ്പോൾ പൊലിയുന്ന മനുഷ്യജീവനുകളുടെ എണ്ണവും നഷ്ടമാകുന്ന പൊതുജനത്തിന്റെ സമ്പാദ്യത്തിന്റെ വ്യാപ്തിയും ക്രമാതീതമായി ഉയരും എന്ന് വേണം കരുതാൻ. ഇനിയും ഇത്തരം ദുരന്ത ഭൂമിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയോടെ ജനം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൽ പ്രകൃതിക്ഷോഭം ഒരു തുടർക്കഥയാകുന്നു. ഭരണ സംവിധാനങ്ങൾ ഇനിയും ജാഗരൂകമാകേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമാണ്? കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് അർഹിക്കുന്ന ഗൗരവം ലഭിക്കുന്നുണ്ടോ? എന്തായാലും ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, പ്രേക്ഷകർക്കും ഒപ്പം തന്നെ അതിഥികൾക്കും. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്ന അതിഥികൾ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി EP, സംസ്ഥാന ഉപാധ്യക്ഷൻ, ദേശീയ സേവാഭാരതി; ഡോക്ടർ വിജയകുമാർ P, അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സയൻസസ്; ഡോക്ടർ CM ജോയ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ; ഡോക്ടർ മനുലാൽ, കാലാവസ്ഥാ വിദഗ്ധൻ. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്ന് മറ്റു അതിഥികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. യെസ്, ഡോക്ടർ വിജയകുമാർ P, താങ്കൾ ഈ ചർച്ചയിൽ കുറച്ച് സമയം മാത്രമേ ഞങ്ങളോടൊപ്പം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കളോട് ആദ്യം ഈ സംശയ നിവാരണം വരുത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു, അത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് നമുക്ക് മാറ്റി പറയേണ്ടി വന്നു. 2018 മഹാപ്രളയം ഉൾപ്പെടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യവാചകം മാത്രമാണോ? നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ എന്നൊക്കെ സംശയം ഉണ്ടായി പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അത് ഈ പരിസ്ഥിതിയുമായി മനുഷ്യൻ്റെ ഇടപെടലിലുണ്ടായ ബാലൻസ് ഇല്ലായ്മ കൊണ്ടാണോ? അതാണ് ഉയരുന്ന സംശയം. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്?
ഇത് നമ്മൾ അക്കാദമിക്കായിട്ട് നമ്മൾ ഈ വിഷയത്തെ പരിഗണിക്കുകയാണ്. മറ്റു രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ലോകത്ത് എമ്പാടും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ വലിയ രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം കേരളത്തിന് സുഗമമായ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പശ്ചിമഘട്ടം നമുക്ക് ധാരാളം മഴ കൊണ്ടുവരും. അതേപോലെ തന്നെ നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഇഷ്ടപ്രകാരം പുഴകളുടെ സാന്നിധ്യം. പക്ഷേ ഒരു 10 വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വില്ലൻ മറ്റെന്ത് കാരണത്തെക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഈ വലിയ തരത്തിലുള്ള മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പ്രകൃതിയിലേക്ക് നമ്മൾ എന്താ പറയാ, ഒരു കയ്യും കണക്കുമില്ലാതെ കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയും കൂടുതലാണ്. മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടി കേരളത്തിലുണ്ട്. അപ്പൊ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഭൂവിനിയോഗം, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നമുക്ക് കയറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു 1979, 2016 കാലഘട്ടങ്ങളിൽ 30 വർഷത്തെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് 10,000 സ്ക്വയർ കിലോമീറ്റർ വനഭൂമി നഷ്ടപ്പെട്ടു. അത് നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കായി, ക്രോപ്പ് പ്ലാന്റേഷൻ അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചറൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി, അല്ലെങ്കിൽ തന്നെ താമസത്തിന് വേണ്ടി, അർബനൈസേഷൻ, റോഡുകൾക്ക് വേണ്ടി ഒക്കെ വിനിയോഗിക്കേണ്ടി വന്നു. ഇത് നമ്മളുടെ ഒരു നെസസിറ്റിയാണ്. വികസനം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളുടെ നാട്ടില് ഒരുപാട് ജനസംഖ്യയുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. നമ്മളുടെ ഭൂവിനിയോഗത്തിന് നമുക്ക് അങ്ങനത്തെ ഒരു കൃത്യത ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കണം ഈ പറയുന്ന എല്ലാ പ്രദേശത്തും. അത് മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല, തീരപ്രദേശങ്ങളിലായാലും നമ്മുടെ സമുദ്ര പ്രദേശങ്ങളിലായാലും ടൗണുകളിലായാലും എല്ലാം നമ്മൾ ഭൂമി അത് അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് താങ്ങാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വിനിയോഗം അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള നമ്മൾ ഉപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ആന്ത്രോപോജനിക് എഫക്ട് ഒട്ടുമില്ല എന്നൊന്നും പറയുന്നില്ല. ആന്ത്രോപോജനിക് എഫക്ട് ഉണ്ട്. അതിന്റെ കൂടെ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റം, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഇത്തരം ആവർത്തിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം. എന്നും പറഞ്ഞ് നമ്മൾക്ക് കാലാവസ്ഥ മാറുകയാണ്, അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ വരും, അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇത്തരം ദുരന്തങ്ങൾ വരുമെന്നുള്ള മുൻ കാഴ്ചപ്പാടോടുകൂടി തന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്, എന്തെല്ലാം രീതിയിൽ നമുക്കതിനെ ഒത്തൊരുമിച്ച് നേരിടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, നമ്മളുടെ ടാസ്ക് ഫോഴ്സസ്, നമ്മളുടെ ഫയർഫോഴ്സ്, പോലീസ് സംവിധാനം, സുശക്തമായ പ്രാദേശിക ഭരണകൂട സംവിധാനം, പിന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ സംവിധാനം, നമ്മളുടെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തകൃതിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ശക്തി, നമ്മളുടെ സ്ട്രെങ്ത്സ് ആണ്. നമ്മളുടെ എന്താ പറയുക, കേരളത്തിന് ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും അല്ലെങ്കിൽ നേരിടാൻ പറ്റും, ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവുകളാണ്. പക്ഷേ ഇതേ സംവിധാനത്തിന്റെ ശക്തി നമ്മൾ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഇത്തരം ഒരു ദുരന്തം ഒഴിവാക്കാൻ നമുക്ക് എങ്ങനെ ഇതിന്റെ ഒരു ഏകോപനം ആക്കാം എന്നുള്ളതിലാണ്. നമുക്ക് അറിയാം, ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ലോങ് ടേം പദ്ധതികളും ഷോർട്ട് ടേം പദ്ധതികളും ആവിഷ്കരിച്ച് എന്തെല്ലാമാണോ നമുക്ക് ഗ്യാപ്സ് അത് കണ്ടുപിടിച്ച് അതിനെ നികത്തി എത്രയും പെട്ടെന്ന് സുശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത്തരം ഒരു അപകടത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഡോക്ടർ വിജയകുമാർ പി, താങ്കൾ പറഞ്ഞതുപോലെയാണ്. കാരണം ഈ നമ്മുടെ ജനസംഖ്യയുടെ ഒരു വർധനവ്, അത് കേരളത്തിലെ ഒരു ജനസാന്ദ്രതയുടെ കൂടുതൽ, ഇനി ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ, കാരണം 84 വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 14 മരണസംഖ്യ എന്ന് വായിച്ചു കണ്ടു. അത് അന്നത്തെ കാലത്ത് വലിയ ഉരുൾപൊട്ടലായിരുന്നു. പക്ഷെ അന്ന് ജനങ്ങൾ അത്രയും കുറച്ച് അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ ആയിരങ്ങളിലേക്ക് എത്തരുതേ ഔദ്യോഗിക കണക്കുകൾ, ഈ മരണസംഖ്യ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇനി വർഷങ്ങളിൽ ഇത് ഓരോ വർഷവും ആവർത്തിച്ചാൽ ഈ ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെ വ്യാപ്തി കൂടുന്നത് താങ്കൾ ഈ പറഞ്ഞതുപോലെയാണ്. ഈ ജനസംഖ്യയുടെ വർധനവ്, ആളുകൾ കൂടുതൽ ഈ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കയറി താമസിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും
ഇപ്പോൾ വളരെ കോൺക്രീറ്റായി നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കുന്ന അക്കാദമിക് പഠനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് പ്രയാസം വരുന്നു എന്നുള്ളത്. കാരണം വികസനം വേണം എന്ന് പറയുന്നു, പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില അതീവ പരിസ്ഥിതി ലോല മേഖലകൾ, ഹോട്ട്സ്പോട്ടുകൾ പാടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉപജീവന മാർഗത്തെ അത് ബാധിക്കും എന്നൊക്കെയുള്ളൊരു വാദങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ കോൺക്രീറ്റായി നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലൊരു റെമഡി എവിടെയാണ്? ഈ റിപ്പോർട്ടുകൾക്കും പഠനങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് പ്രാക്ടിക്കലായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ജനങ്ങളുടെ ആശങ്ക, പ്രത്യേകിച്ച് ഇതുപോലെ ദുർഘട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ആശങ്ക, അല്ലെങ്കിൽ ജീവനോപാധിക്ക് വേണ്ടി ഇത്തരം സ്ഥലങ്ങളെ ആശ്രയിച്ച് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തീരദേശത്ത് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ശരിയായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ എല്ലാവരെയും പ്രേരിപ്പിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോഴെങ്കിലും സങ്കടകരമായിട്ടുള്ള വസ്തുത ഉള്ളതെന്ന് വെച്ചെങ്കിൽ വ്യാപകമായിട്ട് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിത് രാഷ്ട്രീയത്തിലേക്കോ ഏതെങ്കിലും പ്രത്യേക ഇൻസിഡന്റിലേക്കോ ഒതുക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. എപ്പോഴും അക്കാദമിക് ആയിട്ടുള്ള രീതിയിൽ സത്യം എന്താണ് എന്നുള്ള കാര്യം എല്ലാവരും ഉൾക്കൊണ്ട് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ കൂട്ടായ ഒരു ചിന്ത ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ച് സർക്കാർ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് സത്യസന്ധമായ ഒരു പഠനം നടത്തുകയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിന് കൃത്യമായിട്ട് ഒരു മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും ഊഹാപോഹങ്ങളും പലതും പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണമായിരിക്കണം ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റി അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഒരു മിതത്വം പാലിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു അത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പല കോർണറുകളിൽ നിന്നും എക്സ്ട്രീം ആയിട്ടുള്ള വാദമുഖങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ അത്തരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയൽ അല്ലെങ്കിൽ ബ്ലെയിം ഗെയിം അത് ബുദ്ധിമുട്ടുള്ളതാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് അക്കാദമിക്കലി സ്റ്റഡി ചെയ്യണം. അതിനകത്ത് കൃത്യമായിട്ട് ജിയോളജിസ്റ്റുകൾ, അറ്റ്മോസ്ഫിയറിക് സയന്റിസ്റ്റുകൾ, മറ്റ് ഹൈഡ്രോളജിസ്റ്റുകൾ, ഇതര ഓഷ്യനോഗ്രാഫി പഠിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഹിസ്റ്റോറിയൻസ്, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അക്കാദമിക് കമ്മിറ്റി വേണം. ഇതിനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികളും ഇല്ലാതെ ഇതിനെ പരിഗണിക്കാനും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും അതിനനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മിനിമം നമ്മൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം അത് ഭരണകൂടങ്ങൾക്ക് ഏറ്റെടുത്തേ പറ്റൂ. അങ്ങനെ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്, അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ എല്ലാ സർക്കാരുകളും, പ്രാദേശിക സർക്കാരുകൾ മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇത്തരം ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വിവര കൈമാറ്റം ചെയ്തുകൊണ്ടും വേണ്ടി വന്നാൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടും എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് കൂട്ടായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ എങ്ങനെ കൃത്യമായി പരസ്പരം സഹകരണത്തോടു കൂടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രതീക്ഷയോടുകൂടി അതിനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞു ഈ ബ്ലെയിം ഗെയിം എന്നൊക്കെ വരുന്നത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലേ പരസ്പരം പഴിചാരലുകൾ ഒക്കെ വരുന്നത്. ദുരന്തങ്ങൾ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ നഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയവും അല്ലെങ്കിൽ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യവുമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമുക്കറിയാം ഈ പശ്ചിമഘട്ട മലനിരകൾ അവിടെ പരിസ്ഥിതിലോല പ്രദേശങ്ങളാണ്. കുട്ടനാട്ടിലാണെങ്കിൽ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് അവിടെ എപ്പോഴും അത് പ്രശ്നമാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്കറിയാം ഈ കടലോര പ്രദേശങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്ത് താമസിക്കുന്നവരുടെയൊക്കെ ഒരു പ്രയാസം ദേശീയപാതയൊക്കെ ഉപരോധിക്കുന്ന കാഴ്ചയെ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്. കാരണം ജിയോ ബാഗുകൾ പോരാ, അവർക്ക് കൃത്യമായി ടെട്രാപോഡുകൾ ഉൾപ്പെടെയുള്ളവ നിരത്തിക്കൊണ്ട് ഈ കടൽ കയറി വരുന്നതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം പ്രദേശങ്ങളിൽ ചെന്ന് താമസിക്കാം, എവിടെയൊക്കെ വീട് വയ്ക്കാം, എവിടെയൊക്കെ വീട് വെച്ചുകൂടാ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ, ഇനിയെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. കാരണം ജനങ്ങൾ ഇപ്പോൾ തന്നെ ജാഗ്രത ഉള്ളവരാണ്. അവർക്കിനി ചെറിയൊരു അവരെ ഒന്ന് എന്താണ് പറയുക, ഒന്ന് ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ എവിടെയെല്ലാം അത് ആയിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ ഒരു കൃത്യത വേണ്ടതല്ലേ? അത് ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അതിനൊരു മുൻകൈ എടുക്കേണ്ടതല്ലേ?
തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ചുള്ള സബ്ജക്ട് എക്സ്പെർട്ട് അല്ല. ഇതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അത്തരം ആളുകൾ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള കേരളത്തിന് അനുയോജ്യമായ കെട്ടിട നിർമ്മാണ രീതികൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകൾ വേറെയുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ മലയോര പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും മാത്രമല്ല, നമ്മളുടെ എല്ലാ പ്രദേശങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു ദുർബല പ്രദേശമാണ് കേരളം. മൊത്തത്തിൽ ഒരു അപകട മേഖലയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2018 നമ്മളുടെ കുറാഞ്ചേരി എന്ന് പറഞ്ഞ വടക്കാഞ്ചേരി പ്രദേശത്ത്, തൃശ്ശൂർ ജില്ലയിൽ, അവിടെ വലിയ ഒരു ഉയരം കൂടിയ കുന്നോ അല്ലെങ്കിൽ ഒരു അപകട സാധ്യത മേഖലയായിട്ടോ ഒന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് പൊടുന്നനെയുണ്ടായ ഒരു ഉൾപ്പൊട്ടൽ 20 പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഏത് സ്ഥലത്തും, ഇപ്പോൾ നമ്മൾ ഈ ചെങ്കുത്തായ മലനിരകളോ അല്ലെങ്കിൽ കടലേറ്റം പതിവായി സംഭവിക്കുന്ന തീരപ്രദേശങ്ങളോ അല്ലെങ്കിൽ ഈ കുട്ടനാട് പോലത്തെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളോ തീർച്ചയായിട്ടും ഏറ്റവും ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അതേസമയം തന്നെ മറ്റു പ്രദേശങ്ങളിലും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുരന്തങ്ങളോ അപകടങ്ങളോ എപ്പോഴും പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രദേശത്തെയും അതാത് പ്രദേശങ്ങളിലെ വാർഡ് തലത്തിൽ ഓരോ പ്രദേശത്തിന്റെയും അപകട സാധ്യത ഒരു മാപ്പ് തയ്യാറാക്കുകയും എവിടെയൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് നമ്മൾ അത്തരം പ്രദേശങ്ങളിൽ ഏതെങ്കിലും സാധ്യതയുള്ള ദുരന്തങ്ങളെ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളത് പ്രാദേശികമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ഓരോ പ്രദേശത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ഒരു എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം തരത്തിലുള്ള നിർമ്മിതികൾ അവിടെ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവബോധവും അതിനെക്കുറിച്ചുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. യെസ്, ശരി ഡോക്ടർ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്കൾക്ക് സമയപരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ചർച്ചയിൽ തുടർന്നാൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിലും വളരെയധികം നന്ദി എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്, സമയക്കുറവുണ്ടെങ്കിലും. ഇപ്പോൾ കർഷകനായ സ്റ്റാലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, വയനാട്ടിൽ നിന്നാണ്. സ്റ്റാലി സർ, കേൾക്കാമോ താങ്കൾക്ക്? ഹലോ. കേൾക്കാം. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും 5-ാം ദിനം അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും തിരച്ചിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കറിയാം ഔദ്യോഗിക കണക്കുകളൊക്കെ വരുന്നുണ്ട്, എങ്കിലും അതിനപ്പുറത്തേക്കായിരിക്കുമോ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഒരു സംഖ്യ എന്നൊക്കെയുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് പറയാനുള്ളത് എന്താണ് സ്റ്റാൻലി? ഇത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അപകടം ഉണ്ടായി അന്ന് രാവിലെ തന്നെ നമ്മൾ അവിടെ എത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഏകദേശം ഒരു 500 വീടിന്റെ മേഖല പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായി ബോധ്യമായ ഒരു കാര്യമാണ്. അത് 500 വീടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര മിനിമം ഒരു 4-5 ആളുകളെ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, ഇതിന്റെ എല്ലാം കണക്ക്, കേരളത്തിലെ ഓരോ പഞ്ചായത്തിലുള്ള കണക്ക്, അതിലെ ഏത് പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ മുതൽ എല്ലാ വിഭാഗത്തിലുള്ള ഗർഭിണികൾ തുടങ്ങിയ എല്ലാവരുടെയും കണക്ക് പഞ്ചായത്തിൽ കണക്കുണ്ട്. അത് 72 മണിക്കൂറിനകം കൃത്യമായിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ലോകത്തിൽ എവിടെ ഇരുന്ന് ആർക്ക് സെർച്ച് ചെയ്താലും കിട്ടുന്ന ഒരു സംവിധാനമാണ് കേരള ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത്, എത്ര പേര് മിസ്സിംഗ് ആയി, എത്ര വീടുകൾ പോയി എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. ശരി, വ്യക്തമാണ്. ദയവായി തുടരുക സ്റ്റാൻലി. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയുണ്ട്, സംസ്ഥാന ഉപാധ്യക്ഷനാണ് ദേശീയ സേവാഭാരതിയുടെ. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, സേവാഭാരതി അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവിടെയെന്നല്ല, നമ്മൾ ഈ വെള്ളപ്പൊക്കം അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം വന്നപ്പോൾ സജീവ സാന്നിധ്യമാണ് സേവാഭാരതി. നേരത്തെ പറഞ്ഞുപോലെയാണ്, ഒരുപക്ഷെ നിശബ്ദ സേവനം നടത്തുന്നു എന്ന് തന്നെ പറയാം. അവിടെ ക്രിമറ്റോറിയങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉറ്റവരും ഉടയവരും ഇല്ലാതെ വന്നെത്തുന്ന ഭൗതിക ശരീരങ്ങളുണ്ട്. അവർക്കൊക്കെ ഉറ്റവരും ഉടയവരുമായി അവരെ അന്ത്യയാത്ര നടത്തുന്നത് മാത്രമല്ല, ഈ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നിരവധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സേവ ഇൻ്റർനാഷണലുമായി സഹകരിച്ചുകൊണ്ടും ദേശീയ സേവാഭാരതി ഇനി അങ്ങോട്ട് ഈ വയനാടിൻ്റെ പുനർനിർമ്മിതിക്കായി, ഈ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ തകർത്തെറിഞ്ഞ ഗ്രാമങ്ങളുടെ പുനർനിർമ്മിതിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതും വാർത്തകളായി തന്നെ കണ്ടു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ നമ്മളെ നാടിനെ നടുക്കിയ ഈ ഒരു ദുരന്തത്തെ പറ്റി പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് തോന്നുന്നു. ഒന്ന്, കേരളത്തിന്റെ, നമ്മളൊക്കെ മലയാളം എന്ന് അടയാളപ്പെടുത്തുന്ന ഈ ഒരു ദേശം, അത് ആ പേരിൽ തന്നെ ഉണ്ട്. മലയും മലയുടെ അടിവാരവും ചേർന്ന ഈ പ്രദേശത്തെ
നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന വിദേശീയരായ കച്ചവടക്കാർ പോലും ഇതിനെ മലബാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ഈ രീതിയിൽ ചരിത്രപരമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ദേശത്ത് ഒരു വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രം എഴുതിയ കാലം മുതൽ തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലം നന്നായിട്ടുണ്ട്. നമുക്കറിയാം, അത് ഈ മലമ്പ്രദേശങ്ങളിൽ മാത്രമല്ല, മുൻപ് സൂചിപ്പിച്ചതുപോലെ തീരദേശത്തുണ്ട്. നമുക്കറിയാം, കൊച്ചി തുറമുഖം ഇരിക്കുന്ന പ്രദേശം പോലും വലിയൊരു വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി ഉണ്ടായി വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനൊരു പശ്ചാത്തലം പ്രകൃതിയുമായി ചേർന്ന് സഹവസിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലവും നമ്മുടെ ഈ മലയാള ദേശത്തിന് ചരിത്രാതീത കാലം മുതലേ ഉണ്ട്. അപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലും തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ വ്യാപ്തി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2018 കാലഘട്ടം മുതൽ കഠിനമായ വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം തുടർച്ചയായിട്ട് നമ്മളെ ഈ പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പം സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം സേവാ പ്രവർത്തനങ്ങളിലൂടെ സേവനം മുഖ്യമാക്കിക്കൊണ്ടുള്ള പലവിധ പ്രവർത്തനങ്ങളിലൂടെ ലോകഹിതം മമ കരണീയം, ലോകഹിതം ആയിട്ടുള്ള കാര്യങ്ങള് കരണീയമാണെന്ന് കരുതി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ സേവാഭാരതി എന്ന് പറയുന്നത്. ആ സേവാഭാരതി യഥാർത്ഥത്തിൽ ഈ 18 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അതിനുശേഷമുള്ള കാലത്ത് നമ്മുടെ സേവാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പുനഃസംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യപ്പെട്ടു. ഒറ്റപ്പെട്ട് പല പ്രദേശങ്ങളിലായിട്ട് സാന്ദർഭികമായി ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളെ വ്യക്തമായ രീതിയിൽ പുനഃസംഘടിപ്പിച്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകത സേവാഭാരതിയുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകി. അപ്പൊ അതനുസരിച്ച് ഈ ഒരു കഴിഞ്ഞ ഒരു 4-5-6 വർഷങ്ങൾക്കുള്ളിൽ സേവാഭാരതി അതിന്റെ പ്രവർത്തനങ്ങളെ 5 ആയാമുകളായിട്ട് തിരിച്ച്, സേവാ പ്രവർത്തനങ്ങളെല്ലാം 5 ആയാമുകളായിട്ട് തിരിച്ച് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ, വാർഡ് പ്രദേശങ്ങളിലും സേവാഭാരതിയുടെ പ്രവർത്തനമുണ്ട്. ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തനമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും സ്വാവലംബനം, സാമാജിക പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. അതിനൊപ്പം ഏറ്റവും സേവാഭാരതിയുടെ മുഖമുദ്രയായ ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ ആപത് സേവാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആപത് സേവാ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സേവാഭാരതി പ്രത്യേകമായിട്ട് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 23-24 കാലത്ത്, ഈ കഴിഞ്ഞ ഒരു വർഷത്തില് സേവാഭാരതി ആപത് സേവയുമായി ബന്ധപ്പെട്ട് ഈ 14 ജില്ലകളിലും 1000-ലേറെ വോളണ്ടിയേഴ്സിനെ, സന്നദ്ധ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 6 ദിവസം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ട്രെയിനിങ് സെഷൻസ്. എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ ഉണ്ടാകുന്നു, ഈ പ്രത്യേകമായി ഈ പ്രദേശങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കാം, ഇതിന്റെ ആഘാതം എങ്ങനെ ലഘൂകരിക്കാം, ആക്ച്വലി നമ്മൾ ഈ ദുരന്തമുഖത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, പ്രഥമ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് സേവാഭാരതി തുടർച്ചയായ പ്രശിക്ഷണങ്ങൾ, ട്രെയിനിങ്ങുകൾ ഈ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കുകയുണ്ടായി, ഈ സേവാഭാരതിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര അധികം പ്രവർത്തകരെ സജ്ജരാക്കിക്കൊണ്ട് ഈ ദുരന്തമുഖത്ത് ഇത്രയേറെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് സംഘടിതമായി എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ഇതാണ്. ഈ ദുരന്തമുഖത്ത് ഇത് ഇന്നോ ഇന്നലെയോ അല്ല, കുറച്ചേറെ നാളുകളായി തുടർച്ചയായി നടക്കുന്ന പ്രശിക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ച് നടത്തുവാനായിട്ട് സാധിക്കുന്നത്. വയനാട് ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് 1000-ലേറെ പ്രവർത്തകർ അവിടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വൈത്തിരി താലൂക്കിലുള്ള മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകര് ധാരാളമായിട്ട് എവിടേക്കാണോ അവരുടെ പ്രവർത്തനം ആവശ്യമുള്ളത്, പ്രധാനമായിട്ടും നമുക്കറിയാം ആപത് സേവാ പ്രവർത്തനങ്ങളാണ് ആദ്യം ആവശ്യമുള്ളത്. ദുരന്തമുഖത്ത് അപകടത്തിൽപ്പെട്ടവരെ തിരയുക,
അവരിൽ പ്രഥമ ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുക, അവരെ എത്രയും പെട്ടെന്ന് സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ലോക്കൽ ബോഡിയുമായിട്ട് ചേർന്ന്, പോലീസുമായിട്ട് ചേർന്ന് സേവാഭാരതിയുടെ പ്രവർത്തകര് പ്രവർത്തിക്കുന്നു. ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. സേവാഭാരതിയുടെ 45 ആംബുലൻസുകൾ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 90 ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമ്പുകളിലെല്ലാം തന്നെ പ്രവർത്തകര് ഉണ്ട്. ക്യാമ്പിലേക്ക് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, മരുന്നുകള്, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ അവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാല് അവിടെ ഒരു ക്ഷേത്രത്തിനടുത്ത് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു 15 മൃതദേഹ സംസ്കരണ യൂണിറ്റുകൾ നമ്മളിപ്പോൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 54 മൃതശരീരങ്ങള് ഈ ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർ ആയിട്ടുണ്ട്. അല്ലാതെ ഇത് തങ്ങളുടെ പ്രദേശത്ത്, തങ്ങളുടെ വീടുകൾ ഇത് സംസ്കരിക്കാൻ സാധിക്കുകയില്ലാത്ത ആൾക്കാരുടേതുണ്ട്. ഇതെല്ലാം ആചാരപരമായിട്ട് സംസ്കരിക്കുക എന്നൊരു കാര്യവും അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മുതിർന്ന പ്രവർത്തകരുടെയും അമ്മമാരുടെയും ഒരു കൂട്ടായ്മ ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളില്, ഒരുപാട് വ്യക്തികൾക്ക് മാനസികമായിട്ട് ഒരു താങ്ങായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സേവാഭാരതി ഇപ്പോൾ ഈ വയനാട്ടിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഡോക്ടറിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ CM ജോയിലേക്ക് പോവുകയാണ്. സർ, താങ്കളിലേക്ക് എത്താൻ അല്പം താമസം നേരിട്ടതിൽ ക്ഷമിക്കൂ, ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഡോക്ടർ CM ജോയി, നമുക്കറിയാം ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കുറച്ചുകൂടി കർക്കശം കുറഞ്ഞ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മളിപ്പോൾ വീണ്ടും ചർച്ചയാക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ മാധവ് ഗാഡ്ഗിൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഒരല്പം ആശങ്കയോടെയും ഭയത്തോടെയൊക്കെ ഇപ്പോൾ അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് എല്ലാവരുടെ മനസ്സിലുണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴാണ് അതിന് കൂടുതൽ ഒരുപക്ഷേ പ്രസക്തി കൂടുന്നതും ആവർത്തിച്ച് മാധ്യമങ്ങളിൽ വരുന്നതും. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു, കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതുന്ന പോലെ യുഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 4-5 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കത് കാണാം എന്നുള്ളത് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞതാണ് ഒരു 10 പതിറ്റാണ്ട് മുൻപ്. അപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മണ്ണൊലിപ്പ് എനിക്ക് തോന്നുന്നു കൂടുതൽ താങ്കളെപ്പോലുള്ള വിദഗ്ധർക്ക് പറഞ്ഞു തരാൻ സാധിക്കുക. ഈ ലാൻഡ് സ്ലിപ്പ് എന്നൊക്കെ പല പേരുകളിലാണ് ഇപ്പോൾ അത് കേൾക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ഉയരം, ചരിവ്, മണ്ണിൻ്റെ ഘടനയെല്ലാം ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷേ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടവരുടെ മൗനാനുവാദത്തോടെ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന് വലിയൊരളവ് വരെ ഈ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മളുടെ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു സംശയം. ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണ്, അതിൽ ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കണമെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച വിദഗ്ധർ പറഞ്ഞു. എനിക്ക് അതിനോട് യോജിപ്പില്ല. ജനങ്ങൾക്കല്ല ഇവിടെ ബോധവൽക്കരണം കൊടുക്കേണ്ടത്. ശാസ്ത്രീയമായി കാര്യങ്ങളെ കാണാതെ അതിനെക്കുറിച്ച് പഠിക്കാത്ത സർക്കാർ മിഷനറിക്കാണ് ഇവിടെ ബോധവൽക്കരണം കൊടുക്കേണ്ടത്. നമ്മൾ ഇത്രയൊക്കെ മാധവ് ഗാഡ്ഗിലും അതുപോലെ പശ്ചിമഘട്ടം തകർക്കപ്പെട്ടതൊക്കെ പറഞ്ഞാലും ഇനിയും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ? സിൽവർ ലൈൻ പദ്ധതി ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് 565 കിലോമീറ്ററോളം മതിൽ പോലെ കെട്ടി. അപ്പോൾ എവിടെ നിന്നാണ് മണ്ണെടുക്കാൻ പോകുന്നത്? ഈ പശ്ചിമഘട്ടം തകർത്തിട്ട് വേണ്ടേ അവിടെ മണ്ണെടുക്കാനായിട്ട്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ 1924 വലിയ വെള്ളപ്പൊക്കവും വലിയ ഉരുൾപൊട്ടലൊക്കെ വന്ന് തകർന്നു പോയ ഓൾഡ് മൂന്നാർ റോഡ് അത് വീണ്ടും വികസിപ്പിച്ചെടുക്കാൻ പോവാ. ഇവർക്കൊക്കെ എന്താ പറ്റണമെന്ന് നമുക്കറിയില്ല. ഇന്നത് വലിയ കാടാണ്. ഇത്രയും കൊല്ലമായിട്ട് 100 വർഷത്തോളമായിട്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രദേശമൊക്കെ കാടായി മാറിയത് വെട്ടിത്തെളിച്ച് ഇനി പുതിയതായിട്ട് ഓൾഡ് മൂന്നാർ റോഡ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും ഈ തുരങ്കപാതയിലേക്ക് പോകരുത്. താമരശ്ശേരി ചുരം അതിനെ മറികടക്കാൻ വേണ്ടി പുതിയ ചുരം ബദൽ റോഡുകൾ കണ്ടെത്തിയിരിക്കുക. ഒന്നാണ് ഈ പടിഞ്ഞാറേത്തറ പൂഴിത്തോട്
പൂഴിത്തോട് റോഡ്, 2 കള്ളാടി മേപ്പാടി റോഡ്. ഇത് രണ്ടും അത് തുരങ്കപാതയാണ്. ഇത് രണ്ടും നടപ്പാക്കരുത്. ഇത് വയനാടിൻ്റെ നാശത്തിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം കൂടി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ഇതുപോലെയാണ് ശബരിമലയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് വരാൻ പോകുന്നത്. അതും ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ ഭൂമി സർക്കാർ തന്നെ വാങ്ങിച്ച് വീണ്ടും ഒരു പിന്നെ കേരളത്തിൽ ഇനി ഒരു വിമാനത്താവളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത് കൂടാതെ 14-15 അണക്കെട്ടുകൾ, വലിയ അണക്കെട്ടുകൾ ഉള്ള ഇടുക്കി ജില്ലയിലെ ഇനിയൊരു അണക്കെട്ടിന് വേണ്ടി നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. ലക്ഷ്മി നദി, ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥലത്ത് 120 മെഗാവാട്ട് വീതമുള്ള 2 പെൽട്ടൺ ടർബൈനുകൾ സ്ഥാപിച്ച് 240 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വലിയ ഒരു പദ്ധതിക്ക് വേണ്ടി കേരളത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി ഈ ഇടുക്കിയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. 14 അണക്കെട്ടുകളുടെ ദുരിതവും ദുരന്തവും പേടിച്ച്, മുല്ലപ്പെരിയാറിന്റെ പശ്ചാത്തലത്തിലെ പേടിച്ച് ജീവിക്കുന്ന ഇടുക്കിക്ക് വീണ്ടും സമ്മാനം കൊടുക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഈ സാധാരണ വെള്ളം കിട്ടുന്ന സ്ഥലത്തൂടെ കനാലുണ്ടാക്കി ഒരു മലബാർ റിവർ ക്രൂയിസ് ടൂറിസം എന്ന് പറഞ്ഞൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കായലിൽ നിന്ന് കടലിലേക്ക് എത്തുന്ന ഒരു ചാനൽ ഉണ്ടാക്കാണ്. ഈ ചാനല് വരുമ്പോൾ നമുക്കറിയാം ഉപ്പുവെള്ളമാകും. ഇപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കിട്ടുന്ന പ്രദേശത്തൊക്കെ ഉപ്പുവെള്ളമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞു. ചീമേനിയും അതിരപ്പള്ളിയും പറ്റിയ സ്ഥലങ്ങളാണ് എന്ന് പോലും റിപ്പോർട്ടുകൾ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ചെറിയ ഒരു പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഇവിടെ ഇനിയും ഈ പിന്നെ ആറ്റോമിക് പവർ പ്ലാന്റിന്റെയും കൂടി ഒരു കുറവുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഇത് പറയുന്നത്. പിന്നെ അതുപോലെ മൂന്നാറിലെ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി അതൊരു പുതിയ സംവിധാനം ഒരുക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ ഇതുവരെ ഉണ്ടായ കയ്യേറ്റങ്ങളൊക്കെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഇതുള്ളത്. അങ്ങനെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൊളിച്ച അച്യുതാനന്ദൻ സർക്കാർ പൊളിച്ച കെട്ടിടങ്ങൾക്ക് വീണ്ടും സർക്കാർ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്കറിയാം, പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കല്ല് ഉരുണ്ട് വീണ് അതിന്റെ ഒരു വശം പ്ലം ചൂടി എന്ന് പറയുന്ന റിസോർട്ടിന്റെ ഒരു വശം തകർന്നു പോയതാ. ആ റിസോർട്ട് വീണ്ടും അത് ഉണ്ടാക്കി. അത് എന്ന് പറയുന്നത് പന്നിയാർ പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ സർക്കാർ NOC കൊടുക്കാണ്. അതാണ്. അപ്പോ ഇത് ആളുകളുടെ പ്രശ്നമല്ല, ഇത് ഈ സർക്കാരിന്റെ പ്രശ്നമാണ്. ശാസ്ത്രീയ അവബോധമില്ലാത്ത ഒരു സർക്കാർ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോ ഇന്ത്യയിലെ 25 സ്ഥലത്ത് നമ്മുടെ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് മോണിറ്ററിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. കേരളം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത്രയേറെ, അതായത് കേരളത്തിൽ 13% ശതമാനം സ്ഥലവും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇതുവരെ കേരളത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 5250ഓളം ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞു. എന്നിട്ടും ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് മോണിറ്ററിംഗ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് നടക്കുന്നതാണ്. അത് വളരെ ഇഫക്റ്റീവാണ്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഒന്ന് വെക്കാനായിട്ട് ഇനിയും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലെ അത്തരം സംവിധാനങ്ങൾ, കാരണം അതിൻ്റെ ഈ ഒരു സ്ലോപ്പ് കൂടുതൽ ചെരിയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് GPS സംവിധാനം അത് ഉപയോഗപ്പെടും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അനുസരിച്ചാണ് ആ ചെരിവ് കൂടുതൽ ചെരിയുന്നുണ്ടോ, എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടോ, പോർ വാട്ടർ പ്രഷർ, അതായത് നമുക്കറിയാം ഈ മണ്ണിലെ സുഷിരങ്ങളിലെ വെള്ളം വരുന്നതിന്റെ പ്രഷർ കണ്ടുപിടിക്കും. അതുപോലെ അക്വസ്റ്റിക് എമിഷൻസ്, ഈ മണ്ണിൽ നിന്ന് പിന്നെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും AI കൺട്രോൾഡ് ആയിട്ട് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് 7 മണിക്കൂർ മുമ്പേ പറ്റുള്ളൂ നമുക്ക് അറിയാനായിട്ട്. എന്നിരുന്നാൽ പോലും ഈ മരണസംഖ്യ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വലിയ ശബ്ദം കേട്ടു, അവർക്കൊരു മണമുണ്ടായി,
ഒരു പ്രത്യേക തരം മണം വന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങൾ വെപ്രാളത്തോടെ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പുതിയ പുതിയ വിള്ളലുകൾ രൂപപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഇനി പുതിയ സ്ഥലത്ത് ഇത് ഉരുൾപൊട്ടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മേഘവിസ്ഫോടനവും അതുപോലെ തന്നെ ഈ കുംഭാരമേഘം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ പ്രളയങ്ങള്, നിമിഷ പ്രളയങ്ങള് അത് കേരളത്തിൽ നിരന്തരമായി കൊണ്ടിരിക്കുകയാണ്. അത് തടയാനായിട്ട് ഇന്ത്യയിലെ 6-7 സംസ്ഥാനങ്ങളിലെ എക്സ് ബാൻഡ് പോളാറിമെട്രിക് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ എന്താ സ്ഥാപിക്കാത്തത്? കേന്ദ്രത്തോട് അതിനോട് ചോദിക്കാത്തത് എന്താണ്? അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായിട്ടൊരു വിശകലനമോ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിജയകുമാർ സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു സയന്റിഫിക് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും ട്രെയിൻ ആക്സിഡന്റോ പ്ലെയിൻ ആക്സിഡന്റോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ ഒരു അന്വേഷണ കമ്മിറ്റീനെ വെക്കും. ഇവിടെ എന്താ അന്വേഷണ കമ്മിറ്റീനെ വെക്കാത്ത? എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിന് എന്താണ് കാരണം? ഇതറിയണ്ടേ? ഇനി നാളെ ഇപ്പൊ 500ഓളം ആളുകൾ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞു. ഇനിയും വേറൊരു സ്ഥലം. കാരണം ഇത് നിരന്തരമായി ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാക്കുക, അവിടെ പ്രവർത്തിക്കുക, അവിടെ വിതരണം ചെയ്യുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരും, വീണ്ടും അതിന് ഗുണം ചെയ്യുക, ഇങ്ങനെയായിട്ട് പോകുന്നല്ലാതെ അടുത്ത ഒരു ദുരിതം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാതെ നോക്കാനായിട്ട് ഈ സർക്കാരിന് എന്തുകൊണ്ട് ശാസ്ത്രീയമായി ഒരു പരിഗണന വരാത്തത്? അപ്പോൾ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ജനങ്ങളുടെ ബോധവൽക്കരണമൊക്കെ നമുക്കറിയാം. ഇപ്പം എല്ലാവരും കണ്ടു കഴിഞ്ഞതാ. നമുക്ക് ഓക്കി ദുരന്തമുണ്ടായപ്പോഴും സുനാമി ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാ. ഇവിടെ പ്രശ്നം നമുക്കറിയാലോ. ഇതൊക്കെ ഈ പറഞ്ഞ ഈ പ്രളയത്തിനും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞതുപോലെ 20 സെന്റിമീറ്ററിലധികം മഴ പെയ്യാൻ പോകുന്നു. പ്രളയ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ എന്ന് ഈ കേരളത്തിലെ സർക്കാരിനോട് പറഞ്ഞു കൊടുക്കണോ? എന്താ ചെയ്യണ്ടേന്ന് ഇവിടെ ആലോചിച്ച് തീരുമാനം എടുക്കണം. വളരെ സ്പീഡിൽ വണ്ടി ഓടുന്ന ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ അത് മുറിച്ചു കിടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് നോക്കാനറിയാം. അതിനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നത്തെ കുറിച്ച് കേന്ദ്രം പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ശാസ്ത്ര ബോഡി ഉണ്ടാകണം. ഇവിടെ പണ്ടത്തെ മുഖ്യമന്ത്രിമാർക്കൊക്കെ ശാസ്ത്ര ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്നിരുന്നാലും അവരൊക്കെ കുറച്ചുകൂടിയൊക്കെ ഇത്തരത്തിലുള്ള ഇത് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഇവിടുന്ന് വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും, എത്ര ആളുകളുടെ ജീവിതം ബലി കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. ഡോക്ടർ CM ജോയി, അതാണ് കാരണം. ഈ മുൻകരുതൽ എടുക്കണം, മുന്നറിയിപ്പുകൾ അത് കൃത്യമായി പരിഗണിക്കണം, മുൻകരുതൽ എടുക്കണം. അതിന് ഉള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഇനിയും നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇങ്ങനെ ബലി കൊടുക്കപ്പെടും. ഒരു കുടുംബത്തിലൊക്കെ ഒരാൾ ബാക്കിയായ ആ ഒരു വ്യക്തിയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം എന്തായിരിക്കുമെന്നൊക്കെ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ആവർത്തിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ ആകുലപ്പെടുകയാണ്. പക്ഷേ ഈ ഒരു ദുരന്തം സംഭവിച്ചു, ബാധിക്കപ്പെട്ടു ഒരുപാട് പേർ. അതിനുശേഷം വന്നൊരു പുറത്തിറക്കിയ ഒരു നിർദ്ദേശമുണ്ടല്ലോ, ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരോ ആ ഒരു പ്രദേശമാകെ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സന്ദർശിക്കരുത്, റിപ്പോർട്ടുകൾ തയ്യാറാക്കരുത്. അത് അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പങ്കുവെക്കരുത് എന്നുള്ളത്. പിന്നീട് അത് തിരുത്തി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അതങ്ങനെ അങ്ങ് ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചു പോയതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇതൊരു ഒളിച്ചുവെക്കലായിരുന്നില്ലേ? ഒളിച്ചുവെക്കാനുള്ള ശ്രമമായിരുന്നില്ലേ? ഒരിക്കലും അത് തെറ്റിദ്ധാരണയായിരുന്നില്ല. ആരോടും പറയാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമോ? ഈ മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ചെയ്യുമോ? ഇതെന്താണ് വെള്ളരിക്കാപ്പട്ടനാണോ?
ഒരു തോന്നിയ തരത്തിൽ ഓരോ ഓർഡർ ഇറക്കുക, അടുത്ത ദിവസം ചീഫ് സെക്രട്ടറി ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പാനിക് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഇതാണ് അത്, പക്ഷെ വേണ്ട വിധത്തിൽ ഫലം കണ്ടില്ല, അതുകൊണ്ട് അത് പിൻവലിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം ഇതൊക്കെ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. ആളുകളെ എങ്ങനെ പറഞ്ഞു പറ്റുക? ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ച സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രത്തെ അവർക്ക് പേടിയാണ്. സ്റ്റാലിൻ ഭരിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക റിസർച്ചൊക്കെ നിർത്തിവെച്ചു. അതുപോലെ തന്നെ അവിടെ ശാസ്ത്രജ്ഞന്മാരെ വെടിവെച്ചു കൊന്നു. എത്ര തരത്തിൽ ശാസ്ത്രം വളരാതിരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സോവിയറ്റ് യൂണിയനിൽ. ഇപ്പൊ ചൈനയിൽ എന്താ സംഭവിച്ചത്? ചൈനയിൽ ഇതുപോലെ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ അത് വുഹാനിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന് പറഞ്ഞ ഡോക്ടർമാരെയും അവിടുത്തെ ആ വിദഗ്ധരെയും എത്രയേറെ പീഡിപ്പിച്ചു എന്നുള്ളത് നമ്മൾ വാർത്ത വായിച്ചതാണ്. ഇതൊക്കെ പല രാജ്യങ്ങളിലും, ഇന്തോനേഷ്യയില് അവിടുത്തെ കണ്ടാമൃഗത്തിന്റെ നമ്പർ ഗവൺമെന്റ് പറഞ്ഞത് തെറ്റാണ് എന്ന് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർക്ക് പിന്നെ ഇന്തോനേഷ്യ സന്ദർശിക്കാൻ ബാൻസ് ഉണ്ടാക്കി. അപ്പൊ ഇതാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാർ പൂർണ്ണ പരാജയമാണ്. ഈ ആളുകളെ സംരക്ഷിക്കുന്നതിലും ആളുകൾക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുന്നതിലും ശാസ്ത്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പരാജയമാണ് എന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആണ് എന്ന് ശാസ്ത്ര സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ശാസ്ത്രീയമായിട്ടാണ് നമ്മളിവിടെ ശവശരീരങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന റഡാർ വന്നല്ലോ. അതുപോലെ ലോകം എന്തുമാത്രം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ എടുക്കണം. നമ്മളത് കണക്കിലെടുത്ത് അത് മനസ്സിലാക്കി നമ്മുടെ ഈ കൊച്ചു കേരളം, സുന്ദര കേരളം, ആളുകൾ സേഫായിട്ടിരിക്കാനുള്ള തരത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സർക്കാർ പരിശ്രമിക്കണം. ശാസ്ത്രം വേണം, അതൊരിക്കലും നിരോധിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും. ശ്രീ സ്റ്റാൻലി, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ഡോക്ടർ CM ജോയി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മണ്ണിനടിയിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അത്യാധുനിക സംവിധാനം ഹ്യൂമൻ ഡിറ്റക്ഷൻ റഡാർ, ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഡ്രോൺ അടിസ്ഥാനപ്പെടുത്തിയുള്ള റഡാറൊക്കെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മൃതശരീരങ്ങളുണ്ടോ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് മുൻപിലായി തന്നെ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അത്യാധുനിക സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. താങ്കൾക്കും അറിയാമായിരിക്കുമല്ല, കാരണം ഈ മൃഗങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് ഈ ഒരു പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോൾ അത് സെൻസ് ചെയ്യാനുള്ള നമ്മൾ മനുഷ്യനേക്കാളും കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. ഈ വന്യമൃഗങ്ങളെ ഒന്നിനും ഈ ബാധിക്കപ്പെട്ട കൂട്ടത്തിൽ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവയ്ക്ക് നേരത്തെ തന്നെ ദുരന്തം തിരിച്ചറിഞ്ഞ് ഉൾപ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം. ഒരു ആന സംരക്ഷണ കവചമായി നിൽക്കുന്ന അതിശയോക്തിയാണോ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു വന്ധ്യവയോധികയുടെ വാക്കുകൾ വന്നു. അത്തരത്തിൽ പ്രകൃതിക്ക് ഇത് കൃത്യമായി മുന്നറിയിപ്പുകൾ ഈ മൃഗങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടും. നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കാൻ നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നതുകൊണ്ടായിരിക്കും. അതെന്ത് തന്നെ ആയാലും മനുഷ്യർക്ക് പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയാണ്, ഒരു മണം കിട്ടി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രദേശം ഏറ്റവും പരിചിതമായിരിക്കുന്ന അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള പ്രദേശവാസികൾക്ക് ചില മുന്നറിയിപ്പുകളൊക്കെ കിട്ടി. പക്ഷേ ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ അവരെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് പലരും ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയവർ തന്നെയുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായി അവർക്കൊരു സംരക്ഷണ കവചം ഒരുക്കി അവരെ നേരത്തെ തന്നെ പുനരധിവസിപ്പിക്കേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് ഭരണകൂടം തന്നെയാണ്. അതിൽ അവർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് നമുക്ക് പറഞ്ഞല്ലേ മതിയാകൂ. ഇനി രാഷ്ട്രീയം പറയുന്നൊക്കെ നമ്മളിപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും വീഴ്ച പറ്റിയത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഗോള കാലാവസ്ഥാ വ്യതിയാനം വരുമെന്ന് നമ്മുടെ ലോകരാജ്യങ്ങൾ തിരിച്ചറിയുകയും 1992 തന്നെ 88 തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് 92 ബയോഡൈവേഴ്സിറ്റി ആക്ടിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ സംസാരിക്കുകയും 2002 നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അതിൽ ചർച്ച ചെയ്ത് 2003 ഫെബ്രുവരി 5 ബയോഡൈവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത്. ഈ ബയോഡൈവേഴ്സിറ്റി ആക്ട് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്, നമ്മളെ കേരളത്തിനെ പറയുകയാണെങ്കിൽ കേരള ബയോഡൈവേഴ്സിറ്റി ആക്ട് ആണ്. പഞ്ചായത്തുകളിൽ BMCകളാണ്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളാണുള്ളത്. ഇത് 2002 വരികയും 2008 നിയമങ്ങളും ചട്ടങ്ങളും പാസ്സാകുകയും അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ചെയർമാൻ ആയിക്കൊണ്ട് കേരളത്തിൽ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഉണ്ടാകുകയും പഞ്ചായത്ത് തലത്തിൽ അത് രൂപീകരിക്കണമെന്ന് ഇന്ത്യൻ പാർലമെന്റ് കൃത്യമായ വ്യവസ്ഥകളോട് ചെയ്തിട്ടുണ്ട്. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ 941 പഞ്ചായത്തുകളിലും
മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ അതിനുള്ള കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാസ്സായിട്ടുണ്ട്. അപ്പൊ അതവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് വീട്ടിൽ കെട്ടിയിരിക്കുന്ന പശുവോ പട്ടിയോ കയറ് പറിച്ചു പോയോ അതുങ്ങൾക്ക് ധാരണ കിട്ടിയൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നിയമം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഈ നിയമം ഇത്ര നാൾ നടപ്പാക്കിയിട്ടില്ല? ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിന്റെ പദവിയുള്ള അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, ബയോഡൈവേഴ്സിറ്റി ആക്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ജില്ലയിൽ നടപ്പാക്കണം. അവർക്ക് അറിയത്തില്ല അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾ ഒരു 3-4 മാസങ്ങൾ കൊണ്ട് വയനാടിന്റെ ഇഷ്യൂ ആയിട്ടുണ്ട് MOF ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിന് ഡേറ്റ് മെയ് 2024 31 എനിക്കൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. അതിന് ഫയൽ നമ്പർ ആക്കി അവര് നമ്മുടെ ബാംഗ്ലൂർ റീജിയണിൽ അയച്ചു. അതിന് ലെറ്റർ അയച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ്. ഒന്ന് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കൺസർവേറ്റർ ഓഫ് പോലീസിനാണ്, ഫോറസ്റ്റിനാണ്. അഡീഷണൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനാണ്. ഈ നമ്പർ വെച്ചിട്ട് ഞാൻ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയാ അവർക്കിതൊന്നും അറിയത്തില്ല, അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇത്ര നിരുത്തരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എത്ര പേര് ഈ കഴിഞ്ഞ കണക്ക് പ്രകാരം 486 പേരാണ് വന്യമൃഗ ആക്രമണം മൂലം മരിച്ചത്. ഇപ്പം നമുക്കറിയാം എത്ര പേരാണ് ഈ പറയുന്ന ദുരന്തത്തിൽ മരിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് നിയമങ്ങളെ കുറിച്ചും ചട്ടങ്ങളെ കുറിച്ചും ഒന്നും അറിയത്തില്ല. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത്. ഇവരെന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവര് ചായ കുടിച്ചിരിക്കുകയാണ്, ചോറ് നിന്നിരിക്കുകയാണ്. അവർ നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും. ഞാൻ ഈ കാര്യത്തിന് MOF തിരുവനന്തപുരത്ത് ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ എന്തൊരു കുന്തിരുന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയാണോ അവർ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് ഒരു ഫയൽ നമ്പർ ചോദിച്ചപ്പോൾ അതിന് മറുപടി തരാൻ 2 ദിവസം വന്നു. ഇപ്പോഴും അവർ പറഞ്ഞത് അവ്യക്തതാണ്. ആള് റിട്ടയർഡായി, ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക, പുതിയ ആൾ വരുമ്പോൾ അയാൾ നോക്കിയിട്ട് എന്താ പറയണമെന്ന്. ഇത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് അറിയുന്നത്. നിങ്ങൾക്കറിയോ ഈ നാട്ടിൽ എത്ര പേര് മരിച്ചുപോയി? ഇത്രയും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തിനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? എന്തിനാണ് ഇങ്ങനെ വിവിധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ? ജനങ്ങള് ഇവർക്ക് നികുതി പണം കൊടുക്കുന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, വോട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നിരാലംബരായി പോവുകയാണ്. എന്റെ നാടാണ് പോയത്, എന്റെ നാട്ടുകാരാണ് പോയത്, എന്റെ കൂട്ടുകാരാണ് പോയത്. ഇത്ര മനോഹരമായ ഒരു നാടാണ് പോയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് അതൊരു ഫാഷൻ ആയിരിക്കാം. പക്ഷെ ഇത് നമ്മൾ എത്ര നാളായി കാണുന്നത്? കുട്ടികൾ പഠിക്കുന്ന പോലുമില്ല മര്യാദക്ക് സ്കൂളിൽ പോയിട്ട്. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മരിച്ച ശവശരീരങ്ങളും അവരുടെ ശരീരഭാഗങ്ങളുമാണ് കാണുന്നത്. ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത്? നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലേ? നമ്മൾ കൊടുത്ത കഴിഞ്ഞ 10-12 വർഷമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നടപടികളും നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി. എല്ലാം വളരെ പ്രോപ്പർ ചാനലിൽ കൂടെ കളക്ടർ അടക്കമുള്ള ആളുകളോട്, ജനപ്രതിനിധികളുടെ ആളുകളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ രേഖാമൂലം എല്ലാം കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നു. ഇവർക്കിതൊന്നും നോക്കാൻ നേരമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സങ്കടപ്പെട്ട ആളുകൾ നമ്മൾക്ക് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന മുണ്ടക്കൈയിൽ ദുരന്തം കുറച്ചുകൂടെ താഴേക്ക് വൈത്തിരിക്ക് അപ്പുറത്താ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തൊട്ട് താഴെയുള്ളത് ബാണാസുര ഡാമാണ്. അതിലെ വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്കറിയോ? അത് പൊട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രിക്കോഷൻസ് എടുക്കാത്തത്? കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് അറിയാൻ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഇത്രമാത്രം ഇത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ സ്റ്റാൻലി, താങ്കൾ പറഞ്ഞതുപോലെയാണ് ഒരുപക്ഷെ ആ പ്രദേശവാസികൾക്കുണ്ടായ നഷ്ടം. അത് മാത്രമല്ല അവിടേക്ക് നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയെ വിശ്വസിച്ച് വരുന്ന കുറച്ച് പേരുണ്ട്. അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവിടെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിയെടുക്കുന്നവർ, മാത്രമല്ല ഈ ടൂറിസ്റ്റുകളായി എത്തുന്നവർ, അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ, അത് നമ്മുടെ നാടിൻ്റെ പേര് കൂടി ചീത്തയാകുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത് വളരെയധികം ബാധിക്കും. മാത്രമല്ല നാടിൻ്റെ പേര് ചീത്തയാകുമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു അവിടുത്തുകാരൻ ചോദിച്ചു, എവിടെയാണ് നാട്? ഓക്കെ, കേരളത്തിലാണ്. ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നെൻ്റെ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതില്ല, ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അവിടെ നിരന്തരം BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ നിരന്തരം ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല, ഞങ്ങൾക്ക് പേടിയാണെന്നുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഈ പറഞ്ഞ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, കാരണം ഇവരിവിടെ വരുന്നു, ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നു, കാണാതെ പോകുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ആരോട് പോയി അന്വേഷിക്കണം? കാരണം കൃത്യമായ കണക്കുള്ള ചെറിയ റിസോർട്ടുകളുണ്ട്. അവിടെയൊക്കെ വന്ന് താമസിക്കുന്നവരുടെ കണക്ക് ആരുടെയും കയ്യിലില്ല. മാത്രമല്ല ഈ അതിഥി തൊഴിലാളികൾ എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കറിയാം കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഓമന പേരിട്ടത് അവർക്ക്. പക്ഷേ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അവരിൽ എത്ര പേർ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നും കൃത്യമായ കണക്കില്ല. അതാണ് ഈ കാണാതെ പോയവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ കണക്ക്, ഔദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ ഇതൊന്നും അല്ല കണക്കെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു പോകുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലഗിരി ബയോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് വയനാട്.
നീലഗിരി ബയോസ്ഫിയറോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അത്. ഊട്ടി അതിന്റെ ഒരു ഭാഗമാണ്. വയനാടും അതിന്റെ ഒരു ഭാഗമാണ്. 2008 സുപ്രിയ സാഹു എന്ന് പറയുന്ന നീലഗിരി കളക്ടർ അവിടെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിനും ബിൽഡിങ്ങിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത് അത്രമാത്രം ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ടാണ്. അത് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് ഇന്നും. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയും അത് നടത്തണമെന്ന് ഞങ്ങൾ 2015 കേശവ സാറ് അന്ന് കളക്ടർ ആരോട് പറഞ്ഞു. ആൾ അതിനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞു. തയ്യാറാക്കി എല്ലാം റെഡിയാക്കി 5 കളക്ടർമാരുടെ അതിന്റെ പുറകെ നടന്നു. ഹൈക്കോടതിയിൽ കേസിന് പോയി. കേസിന് അവിടെ കള്ള സത്യവാങ്മൂലം കൊടുത്തു. ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2022 ഗീത എന്ന് പറയുന്ന കളക്ടർ അതിന് ഓരോ ഓർഡർ ഉണ്ടാക്കി തന്നു. ആ ഓർഡർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അയച്ചു കൊടുത്തു. ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവർക്ക് അറിയില്ല ഇന്ന് വരെ ഇതെന്താണെന്ന് ഇവർക്കിത് അറിയില്ല. പിന്നെ എന്തിനാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്താണെന്ന് അറിയത്തില്ല. കുറെ മെഡിസിനൽ പ്ലാന്റ്സ് ആദിവാസികളുടെ സ്ഥലങ്ങളിൽ കൊണ്ട് നട്ടുവെക്കുന്നതാണോ ബയോഡൈവേഴ്സിറ്റി ആക്ട്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ബന്ധപ്പെട്ട ആളുകളോട്. അപ്പൊ ഇങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ചോദിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചോദിക്കുന്നത് തെറ്റാണോ എന്ന്. പക്ഷെ ഇനി ഞങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്. കാരണം ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തിനാണ് ഈ ആക്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുന്നത് 2002 ആക്ട് ഉണ്ടായ ആക്ട്, 2008 ചട്ടങ്ങൾ വന്ന ആക്ട് 2024 ആർക്ക് എന്താണെന്ന് അറിയത്തില്ല. അത് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ നാണക്കേട് പിന്നെ എന്താണുള്ളത്? നിങ്ങൾ ചോദിച്ചതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നവരുടെ കാര്യം, ഈ പറയുന്ന നമ്മുടെ ഈ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയത് പട്ടിണി കടന്നിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ട് ബ്രിട്ടീഷുകാർ അടിമപ്പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. അവരുടെ പിൻ തലമുറക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. അവര് അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഇക്കോ സെൻസിറ്റീവ് ഏരിയ അവർക്ക് ബ്രിട്ടീഷുകാർക്ക് അന്ന് അറിയാം. ഹലോ, കേൾക്കാം സർ, പറഞ്ഞോളൂ. ഈ ബ്രിട്ടീഷ് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരെല്ലാം പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ രൂപപ്പെടുത്തിയത്. അവരെല്ലാം ടീ പ്ലാന്റേഷൻസുകൾ ഉണ്ടാക്കി. അവര് കുന്നിന്റെ മേലെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി. അവിടെയാണ് അവരെ താമസിപ്പിച്ചിരുന്നത്. അവിടെ വലിയ സൗധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ബിൽഡിങ്ങിന്റെ ഒരു വലിയ എസ്റ്റേറ്റിന്റെ മേലേക്കുള്ള വീട് വഴി എന്ന് പറയുന്നത് വളരെ വളഞ്ഞ 1 കിലോമീറ്റർ അല്ലെങ്കിൽ അവർ 9 കിലോമീറ്റർ വളഞ്ഞിട്ടാണ് ആ വഴി ഉണ്ടാക്കുക. കാരണം ഒരു മണ്ണ് പോലും ഇടിക്കാതെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അന്ന് അത് ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഇത് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അത് കൈമാറ്റം തുണ്ടുവൽക്കരിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ ടീ പ്ലാന്റേഷൻസ് മുഴുവനും. അവിടെയാണ് ഈ പറയുന്ന വെള്ളം ചേർക്കലുകൾ നടത്തിയ ആളുകൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് വരെ അത് കൈമാറ്റം ചെയ്യാമെന്ന്. വയനാട്ടിൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ പലതും മുറിച്ചു വിൽക്കുകയാണ്. ഒരിക്കലും മുറിച്ചു വിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് മുറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, വലിയൊരു സ്വർണ്ണക്കടക്കാരന് 1000 ഏക്കറാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം 200 ഏക്കർ സർക്കാരിനെ കൊടുക്കും. ഈ 200 ഏക്കർ വാങ്ങിയിട്ട് വേണം നമ്മുടെ സർക്കാരിന് ഇനി പച്ച പിടിക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ആളുകളുടെ തൊഴിൽ നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കടക്കാരന് 200 ഏക്കർ കൊടുത്തിട്ട് വേണോ? അപ്പൊ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന വെള്ളം ചേർക്കലുകളിലൂടെ ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന ചൂരൽമലയുടെ 2-3-4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇപ്പുറത്താണ്. പുത്തുമലയ്ക്കും ചൂരൽമലയ്ക്കും ഇടയ്ക്കാണ് ഈ 1000 ഏക്കറുകളെന്ന് നിങ്ങൾ വിചാരിക്കണം. പേര് പറയാൻ പേടിയുണ്ടായതുകൊണ്ടൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ ഒത്താശയോട് കൂടിയാണ്? വേറൊരു കാര്യം കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മൂപ്പൈനാട് പഞ്ചായത്തിലെ ഒരു കോറി അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമാണ്. അവിടെ വയനാട് DDMA കൃത്യമായിട്ട് ഓർഡർ കൊടുത്തു അവിടെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹൈക്കോടതി പോയി പറഞ്ഞു DDMAന്റെ ഓർഡർ ഒന്നും പ്രശ്നമല്ല, അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭരണം എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ജൈവവൈവിധ്യ പരിപാലന ഏറ്റവും പവറുള്ള ഒരു സംവിധാനത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി ചെയർമാൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തത്. ഇത് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഇതൊന്ന് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് തലേ ദിവസം ഞാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരിക്കാർ സാറിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഷിരൂർ ഉണ്ടായ പോലെ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിന് തെളിവുകൾ ഇവിടെ ഇരിക്കുന്നു, പേപ്പറുകൾ ഇരിക്കുന്നു. നമ്മൾ അടുത്ത ജില്ലാ വികസന സമിതി യോഗത്തിലെങ്കിലും നിങ്ങൾ ഇത് നമ്മുടെ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇറക്കിയിരിക്കുന്ന 2022 ഇറക്കിയിരിക്കുന്ന നിയമം നിങ്ങൾ ഇനിയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പഞ്ചായത്ത് സംവിധാനങ്ങളോട് പറയണമെന്ന് ഞാൻ കാലുപിടിച്ച് പറഞ്ഞതാണ്.
ഞാൻ വൈകുന്നേരം വരെ നോക്കി അദ്ദേഹത്തെ അത് കണ്ടിട്ടുണ്ടോന്ന്. കണ്ടിട്ടില്ല. ഞാനത് ഡിലീറ്റ് ചെയ്തോളൂ. എന്തിനാ ഞാനിത് സംസാരിക്കുന്നത് വിചാരിച്ചു. ഞാൻ അന്ന് പിറ്റേ ദിവസം നേരം വെളുത്ത് രാവിലെ ഇത് രാത്രി 3 മണിക്ക് ഞാൻ വിവരം അറിഞ്ഞു. പനിയായിട്ട് കിടന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി. ഞങ്ങൾ എല്ലാവരും പോയി. അവിടെ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളെല്ലാം ഞങ്ങൾ പോയി ഓടിച്ചു. പല കാര്യങ്ങളും ചെയ്തു. ആ വാഹനങ്ങൾ ഒരു വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അക്കരയ്ക്ക് വഴി കയറി വഴി വെട്ടി അക്കരയ്ക്ക് കയറാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾക്കൊരു നിർദ്ദേശം തരാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അക്കരെ അന്ന് തന്നെ കയറുമായിരുന്നു. കാരണം നമുക്ക് ബെയിലി പാലം പോലെ ഒരു പാലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ അത് മിലിറ്ററിനെ കൊണ്ട് സാധിക്കുള്ളൂ. പക്ഷേ ഹെവി എക്യുപ്മെന്റ്സ് അവിടെ കടത്താൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് മുണ്ടക്കയിൽ പോകാമായിരുന്നു, പുഞ്ചിരിമട്ടത്ത് പോകാൻ പറ്റുമായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഗൈഡില് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നമ്മുടെ സിദ്ദിഖ് MLA കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ 100 കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി പറയേണ്ടി വരും. ഞങ്ങൾ പറയും. അതിന് ഇനി വേടി വെച്ച് വന്നാലും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ജയിലിൽ പിടിച്ചിടരുത്. കാരണം സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ഞങ്ങളെ അത് ഇനി തിന്നു കിടക്കാൻ എനിക്കൊന്നും ആഗ്രഹമില്ല. 51 വയസ്സായി. എനിക്ക് ജീവിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് നോക്കിയാൽ കാണാം ആ മല. എന്റെ വീടിന്റെ ഇവിടെ നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് ആകെ വിഷമത്തിലാണുള്ളത്. കാരണം ഞാൻ 12 വർഷമായി കളക്ടറേറ്റ് 6 ദിവസം ഞാൻ കളക്ടറേറ്റ് കയറി ഇറങ്ങി. രാവിലെ 9 മണിക്ക് കേശവന്ദർമാരുള്ള സമയത്ത് ഞാൻ രാവിലെ 9 മണിക്ക് അവിടെ പോകുമായിരുന്നു. വൈകുന്നേരം 5 മണി കളക്ടറേറ്റ് അടയ്ക്കും പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. 5 ദിവസം ഞാൻ ഇരുന്നു ആ ഓർഡറിന് ഒപ്പിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ചങ്ക് പിടയ്ക്കാണ്. കളക്ടർമാരുടെ പുറകെ ഞാൻ കയറി ഇറങ്ങി നടന്നു. 5 കളക്ടർമാരുടെ പുറകെ ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്തു. ഞാനും ഹരിയേട്ടനും ജയ്മോനും മുജീബും കൂടെ 5 വർഷം ഞങ്ങൾ കേസിന് പോയി. സത്യവാങ്മൂലം കൊടുത്തു കളക്ടർ പോയിട്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞു കേസ്. ഞങ്ങൾ എല്ലാ പേപ്പറും മടക്കി കെട്ടി ചുരുട്ടി ഇവിടെ വെച്ചിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടമുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. വ്യക്തമാണ്, വൈകാരികമാണ് പ്രതികരണം. വ്യക്തമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അവിടെ നിന്ന് നേരിട്ട് താങ്കൾ പറഞ്ഞതുപോലെയാണ്, അവിടെ നിന്ന് നേരിട്ട് എന്നും കാണുന്ന ആ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോയപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വൈകാരികമായ പ്രതികരണത്തിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണം മനസ്സിലാകുന്നുണ്ട്. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, അവിടെ ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാമായിരുന്നു, അത് എടുത്തില്ല. അത് കൃത്യമായി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദഗ്ധരൊപ്പം തന്നെ സാധാരണക്കാരും കർഷകനായ ശ്രീ സ്റ്റാലിൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല? കാരണം ഇന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായി അന്വേഷിക്കുക എന്നുള്ളത്. ഇനി അന്വേഷണങ്ങൾക്കൊക്കെ ഒരു അറുതി വരേണ്ടെന്ന നടപടികൾ എടുക്കേണ്ടതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അത് എന്തു തന്നെയായാലും അവിടെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആശ്രയമറ്റ ഒരുപാട് പേരുണ്ട്. പ്രതീക്ഷ തീർത്തും നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇനി തുടരേണ്ടതുണ്ട്. കാരണം നമ്മുടെ കൈപിടിച്ച് വളരുന്ന തലമുറയാണ്, അടുത്ത തലമുറയാണ്. അവരുടെ വിദ്യാഭ്യാസം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇന്റർനാഷണൽ ദേശീയ സേവാഭാരതിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അത്തരം ഉദ്യമങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇത്രയും ദിവസങ്ങളായി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും കാണുന്ന ദൃശ്യങ്ങളും കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാകുന്ന മെൻ്റൽ ട്രോമ വളരെ അധികമാണ്. അപ്പോൾ അവിടെ അത് നേരിട്ട് ബാധിക്കപ്പെട്ടവരുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെപ്പോഴും അതിനൊരു സ്റ്റിഗ്മയുണ്ടല്ലേ. കാരണം നമ്മളെപ്പോഴും ഈ ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മാനസികാരോഗ്യം ഒരുപക്ഷെ അതിന് ബാക്ക് സീറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടവർക്ക് കൊടുക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ, അതിലൊക്കെ പ്രധാനമായിട്ട് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത്. അത്തരത്തിലുള്ള കൗൺസിലിങ്ങും എല്ലാം തന്നെ അവിടെ സജ്ജമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട്. സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും ഈ ഉടനടിയുള്ള അപസേവാ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം കഴിയുന്ന മുറയ്ക്ക് ഇനിയിപ്പോൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കത് 2 തരത്തില് കാണാം. ഒന്ന്, മലയിടിച്ചിൽ ഭീഷണിയുള്ളവരും അതുപോലെ തന്നെ വീടും ഒക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായിട്ടുള്ള കുറേയേറെ പേർ ക്യാമ്പുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം അവരുടെ ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് അവിടെ. അപ്പൊ അവരുടെ അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങള്, ഭക്ഷണം, വസ്ത്രം, മറ്റ് ആവശ്യങ്ങള്, അടിസ്ഥാന ഗൃഹോപകരണങ്ങള്, ഇതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് മുതിർന്ന പ്രവർത്തകര്, അമ്മമാര്, ഇവര് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഇവരെ സാധിക്കുന്ന വിധത്തിലെല്ലാം ആശ്വസിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
കുറച്ചു പേർ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഭാഗികമായി വീട് പൊളിഞ്ഞു പോയവരുണ്ട്. അപ്പം ഇവിടങ്ങളിലൊക്കെ ധാരാളമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. വീടുകളിലൊക്കെ മണ്ണും ചെളിയൊക്കെ കയറി കിടക്കുന്നതെല്ലാം ശുചീകരിച്ചെടുക്കേണ്ടതുണ്ട്. അവരുടെ വയറിങ്, പ്ലംബിങ് ജോലികൾ, കുറെ റിപ്പയറിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറുകള്, അവരുടെ ജലസ്രോതസ് മലിനമായി കിടക്കുകയായിരിക്കും. അതൊക്കെ വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വക പ്രവർത്തനങ്ങളിലെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തകരും മറ്റ് സന്നദ്ധ സംഘടനകൾക്കൊപ്പം തന്നെ തീർച്ചയായിട്ടും വയനാട്ടിലെ തീർച്ചയായിട്ടും ഉണ്ടാവും. വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും നിന്നുള്ള പ്രവർത്തകരും സമീപ ജില്ലകൾ, പാലക്കാട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും എല്ലാം പ്രവർത്തകർ അവരുടെ ഈ പ്രദേശത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ദീർഘകാല പുനരധിവാസ പ്രവർത്തനങ്ങളെ പറ്റിയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 18-ന് ശേഷം തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായിട്ട് 1000-ഓളം വീട് ഇല്ലാത്തവർക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സേവാഭാരതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറ്റമ്പത്തൂര് 17 വീടുകളും, കൂട്ടിക്കൽ 12 വീടുകളും നമ്മൾ ഈ ദീർഘകാല പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുനർജനി കൗൺസിലിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലും പ്രവർത്തകരെത്തുകയും അവർക്ക് വേണ്ട അവരുടെ മാനസികാരോഗ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വയനാട്ടിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരുടെ അടിയന്തര ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഹ്രസ്വകാലത്തേക്കുള്ള കുറച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളിലാണ്. അത് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കും നീങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും സേവാഭാരതി കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക്, ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഡോക്ടർ CM ജോയി, നേരത്തെ പേടിപ്പെടുത്തുന്നൊരു കണക്ക് 5250 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. നിരന്തരം ഇങ്ങനെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നൊരു സംശയമാണ്. പക്ഷെ അതിപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇത് കൂടെ കാണും എന്നുള്ളൊരവസ്ഥ. അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിന് ഭരണ സംവിധാനങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നടക്കുന്നൊരു സത്യവും. എന്തുകൊണ്ടാണ് ഈ ഞാൻ ചോദിക്കുന്നത്, ഈ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ മണ്ണിന് ഉറപ്പില്ലാത്ത ഒരു മേഖലയാണ് ആ ഒരു പശ്ചിമഘട്ട മലനിരകളുടെ ആ ഒരു മേഖല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊപ്പം തന്നെ ഈ മരം വെച്ച് പിടിപ്പിക്കുന്ന, മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് ഉണ്ടാകുന്ന നിർമ്മാണ പ്രവൃത്തികൾ, അതൊക്കെയാണോ ഈ ലാൻഡ് സ്ലൈഡിനൊക്കെ ഇങ്ങനെ കാരണമാകുന്നത്? കാരണം ഒരു മലയപ്പാടെ വന്നുകൊണ്ട് 2 ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞ് അങ്ങ് കൊണ്ടുപോവുകയായിരുന്നല്ലോ. അത് മാത്രമല്ല, അത് ഒന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ലാൻഡ് സ്ലൈഡിന് അപ്പോൾ ഒരു മരം മുറിച്ചത് കൊണ്ടോ ഒന്നും മാത്രമല്ല. കാരണം നമുക്കറിയാം, പണ്ട് കാലത്തും പിന്നെ വലിയ ഘോരമായ ഫോറസ്റ്റിലും വനപ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതല്ല മെയിനായിട്ടുള്ള പ്രശ്നം, നമ്മുടെ സമീപനമാണ്. ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾ. ഇപ്പം മനുഷ്യൻ, അതുപോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, എത്ര ആളുകളെ വന്യമൃഗങ്ങൾ കൊന്നു കഴിഞ്ഞു. ഈ ആനയെയും അല്ലെങ്കിൽ അത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപാട് ശാസ്ത്രീയ വഴികൾ ലോകത്തുണ്ട്. അതൊന്നും നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. ചില ഓരോ ജീവികളും, നമ്മൾ ഉപദ്രവിക്കുന്ന ഓരോ ജീവികളെയും കണക്കിലെടുത്തുകൊണ്ട് ആ ജീവികളെ നിയന്ത്രിക്കാനായിട്ടും ആ ജീവികളെ അകറ്റി നിർത്താനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വഴികളുണ്ട്. ശബ്ദം പുറപ്പെടുവിക്കുന്ന, നിഴലുണ്ടാക്കുന്ന, ഭീതിപ്പെടുത്തുന്ന, ഇപ്പം ആനയെ തന്നെ ഭീതിപ്പെടുത്തുന്ന അത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ? എന്നാ അരിക്കൊമ്പൻ, അതിനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത്.
അയ്യായിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അതെ അതെ അത് മനുഷ്യൻ അറിയാവുന്ന വഴിയിലൂടെ അത് നടന്ന് തിരിച്ചു വരും. സർ, നമ്മൾ ആകെ ഇങ്ങനെ കേട്ടിട്ടുള്ളത് ഈ മനുഷ്യ വന്യജീവി സംഘർഷവും നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതി ദുരന്തങ്ങൾ പോലെ ആവർത്തിക്കുന്ന സമയത്ത് ഈ ഫെൻസിങ് ആകെ കേട്ടിട്ടുള്ളത് അതാണ്. അതിനും അപ്പുറത്തേക്ക് അല്ലേ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. ഈ ഫെൻസിങ് എന്നൊക്കെ മാത്രം അതുപോലും ചെയ്യുന്നതുമില്ല വനം വകുപ്പ്. ഈ ഫെൻസിങ് തന്നെ ഇപ്പോൾ സോളാർ വേലികളുണ്ട്. അത് ചെയ്യുമ്പോൾ ആ സോളാർ വേലിയുടെ അടിഭാഗത്ത് 1 മീറ്ററോ 2 മീറ്ററോ അടിഭാഗം തുറന്നു വിട്ടിട്ട്, അല്ലെങ്കിൽ ആനയ്ക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ ആ ഹൈറ്റ് നോക്കി, അതാ പറഞ്ഞ അതിനൊക്കെ ഒരു ശാസ്ത്രീയ വഴികളുണ്ട്. അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതിനടികൂടെ പോകാനായിട്ട് കുഴപ്പമില്ലാത്ത തരത്തിൽ. അതുപോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 28 മെത്തേഡെങ്കിലും ഓരോ തരം വന്യജീവികളെ അകറ്റി നിർത്താൻ, വെടിവെച്ച് കൊല്ലാതെ അവയുടെ ഉള്ള അതുപോലെ നിയന്ത്രണം. ഇപ്പോൾ കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്ന അതിനുള്ള വഴികൾ, അതിൻ്റെ ഉൽപാദന ശേഷി കുറയ്ക്കാനുള്ള വഴികൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യൻ ഇവിടെ ഉണ്ടാകുന്നത് അതാണ്. നമ്മൾ എപ്പോഴും ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്നത് എന്താ? വെടിവെച്ച് കൊല്ല. അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്ന വഴി. അതല്ല, ഇവിടെ ശാസ്ത്രം വളർന്നിട്ടുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഇപ്പോൾ 2018 കേരളത്തിലെ പ്രളയം ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഡാമുകളും 19 ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതാണ്. ഇത് തുറന്നു വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇത് ഓരോന്നോരോന്ന് ഈ മഴയ്ക്ക് ഇത്രയും പറയുന്നുണ്ട്, അതുകൊണ്ട് മുമ്പേ തുറന്നു വിടണം. ആ തുറന്നു വിടുന്ന ദിവസം വേലിയേറ്റ ദിവസമായിരുന്നു. ഈ ഡാം തുറന്നു വിട്ടത് വേലിയേറ്റമാണ്. കടലോ കായലോ വെള്ളം എടുക്കാതെ വെള്ളം ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഇത് തുറന്നു വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പ്രളയത്തിന്റെ ഇതിൽ ചെന്നുപെടേണ്ടി വന്നു. ഇപ്പോഴും വാട്ടർ ഫ്രണ്ടേജ് ഫ്ലാറ്റുകൾക്ക് അനുമതി കൊടുക്കാണ്. ഈ വാട്ടർ ഫ്രണ്ടേജ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് കായലിന്റെയും കടലിന്റെയും അതുപോലെ തന്നെ പുഴകളുടെയും തീരത്തുണ്ടാക്കുന്ന ഫ്ലാറ്റുകളാണ്. അതിനൊരു 100 മീറ്ററോ 200 മീറ്ററോ അകന്ന് മാത്രമേ, കാരണം ഈ കായലിന്റെ തീരം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലഡ് പ്ലെയിൻ ആണ്. അവിടെ ഒരു പ്രളയം വരുമ്പോൾ വെള്ളം കയറി കിടക്കാനാണ്. നമ്മളിപ്പോഴും നമുക്കറിയാം, നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തുമ്പോൾ നമ്മൾ ഇനിയും പ്രളയത്തിലേക്കാണ് പോകുന്നത്. ഈ വെള്ളം വന്ന് കയറി കിടക്കാനായിട്ട്, ഇത്രയേറെ വെള്ളം മലവെള്ളപ്പാച്ചിലായിട്ട് വരുമ്പോൾ അത് കിടക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഈ തണ്ണീർത്തടങ്ങൾ മുഴുവനും നമ്മൾ നികത്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് ബാക്കിയുള്ള തണ്ണീർത്തടങ്ങൾ പോലും നമ്മൾ നികത്തി അല്ലെങ്കിൽ അത് റിക്ലെയിം ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതുപോലെ പാടശേഖരങ്ങൾ നികത്തി, നമ്മൾ കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൽ കണ്ടതാണ്, പാടശേഖരം നികത്തി റോഡുണ്ടാക്കുന്നു. ആ റോഡുണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ, ഒരു സ്ഥലത്ത് നിന്ന് ഒലിച്ചു വരുന്ന മഴ, അതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാനുള്ള കൾവർട്ടുകളില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള വഴികളില്ല. അപ്പൊ എന്താവും? എല്ലാ വെള്ളം കൂടി ഒരു പാലത്തിന്റെ അടുത്ത് വരും. ആ പാലം അടക്കം റോഡ് അടക്കം ഒലിച്ചു പോകുന്നത് നമ്മൾ കാണാണ്. ഇപ്പൊ കൊച്ചിയുടെ കാര്യം എടുത്ത് നോക്കി, എത്രയോ കാലമായിട്ട് നടക്കുന്ന വെള്ളക്കെട്ടാണ്. ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഇപ്പോഴും കാനകൾ ഉണ്ടാക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ ചെരുവല്ലേ നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഒരു വാർഡിന്റെ ചെരുവല്ലല്ലോ, ഒരു കൗൺസിലിന്റെ ഒരു ചെറിയ വാർഡിന്റെ ചെരുവല്ല. ഇതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? ഓരോ കൗൺസിലർമാർക്കും പണം കൊടുത്ത് അവരുടെ കാനകൾ നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയല്ല, ഇതൊക്കെ കോമൺ ആയിട്ട് 80 കൗൺസിൽ ഉണ്ടെങ്കിൽ 80 വാർഡുകളുണ്ടെങ്കിൽ 80 വാർഡുകളിൽ മൊത്തം ചെരിവ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓടകളും കാനകളും വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കായൽ തൊട്ടടുത്തുണ്ട്. ഈ കായൽ എത്ര വെള്ളം വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയില്ല, ഇവിടെ പ്രളയമുണ്ടാക്കാതെ ഇവിടുത്തെ MG റോഡോ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളോ മുങ്ങാതിരിക്കാനുള്ള തരത്തിൽ വെള്ളം ഒഴുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളിലെ നന്മയ്ക്ക് വേണ്ടി. അവിടെ അഴിമതി പാടില്ല, അവിടെ നമ്മുടെ പാർട്ടിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ പാടില്ല. പക്ഷേ നിയമങ്ങളായിട്ട് തന്നെ നടപ്പാക്കാൻ സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം, മൂന്നാറിലെ കയ്യേറ്റവും അതുപോലെ തന്നെ വയനാട്ടിലെ കയ്യേറ്റവും കേരളത്തിലെ കയ്യേറ്റങ്ങളെ കുറിച്ച് 15 18 റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായിട്ടാണ്
ഹൈക്കോടതി മൂന്നാറിലെ കയ്യേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. കാരണം അത്രയേറെ മാനക്കേടാണ്. ഒരു സർക്കാർ ഉണ്ടായിട്ട് ഇത്രയേറെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ കയ്യേറ്റങ്ങൾ കാരണം ഈ കയ്യേറി അവിടെ ഉണ്ടാക്കാൻ പോകുന്ന റിസോർട്ടാണ്. ആ റിസോർട്ട് ഉണ്ടാക്കാനുള്ള പാറ പൊട്ടിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അതിനുവേണ്ട മണ്ണെടുക്കാൻ പോകുന്നത് അവിടുന്നാണ്. ഇതൊക്കെ പരിസ്ഥിതി ലോല പ്രദേശത്താണ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിയന്ത്രണം വേണം എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത്. ശ്രീ സ്റ്റാൻലി, ഈ ദുരന്തം സംഭവിച്ച മുണ്ടക്കൈ എന്ന് പറയുന്ന ഹൈ ഹസാർഡ് സോണാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചറിയുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നത് അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ സുഗമമായി വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു. അവിടെ താമസിക്കാനുള്ള അനുമതി കൊടുത്തത് ആരാണ്, എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുമുണ്ട്. ഇനി ഒരു പുനരധിവാസമുണ്ടല്ലോ. താങ്കൾ പറഞ്ഞു ഈ സംഭവിച്ചത് വൈത്തിരിയിലായിരുന്നെങ്കിൽ തൊട്ട് താഴെ മണാസുരസാഗർ അണക്കെട്ടാണ്, ഊഹിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഈ ഹൈ ഹസാർഡ് ഏരിയകളാണ് അവിടെ മുഴുവൻ എന്നിരിക്കെ, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി എന്നിരിക്കെ ഇനി ഒരു പുനരധിവാസം എന്നുള്ളത് അതെവിടെയാണ് ഇനി സാധ്യമാവുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ, രാത്രിയിൽ കിടന്നുറങ്ങാൻ, മുതിർന്നവർക്ക് വൃദ്ധർക്കൊക്കെ കിടന്നുറങ്ങാൻ സ്വസ്ഥമായി മാനസികമായി ഇനി ഒരു ദുരന്തം സംഭവിക്കില്ല എന്ന ഉറപ്പോടെ ഒരു പുനരധിവാസം ഇനി എവിടെയാകും സാധ്യമാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പ്രളയ സമയത്ത് കണ്ടാണ്. പക്ഷെ അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ പറയുന്നത് 2018 പ്രളയം വന്ന് എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല, വാടക വീട്ടിലാണ് ഇപ്പോഴും അന്തി ഉറങ്ങുന്നത്. അതൊരു വശം. ഇനി ഒരു പുനരധിവാസം പക്ഷെ സാധ്യമാകേണ്ടതിൻ്റെ ആവശ്യകത അതിനി എവിടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മളെപ്പോഴും പശ്ചിമഘട്ടം എന്നാണ് പറയുക. ആ വാക്ക് തന്നെ തെറ്റാണ്. പശ്ചിമഘട്ടമല്ല, ഇത് പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടത്തിന്റെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന കിഴക്കൻ ചെരുവാണ് ഈ പറയുന്ന മേപ്പാടി, അതേപോലെ തന്നെ വൈത്തിരി, പടിഞ്ഞാറത്തറ, ബ്രഹ്മഗിരി, പേരിയ, ഈ ഭാഗങ്ങളെല്ലാം അതിന്റെ ഒരു കിഴക്കൻ ചെരുവാണ്. അതുകൂടാതെ നമുക്ക് കൽപ്പറ്റയ്ക്ക് ഇങ്ങോട്ടുള്ള ഭാഗം മീനങ്ങാടി, ബത്തേരി, പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം, കേണിച്ചിറ, നടവയല്, മൂന്നാനക്കുഴി, സുൽത്താൻ ബത്തേരി, ഇങ്ങനെയുള്ള കുറേ അധികം സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളല്ല. അത് തന്നെ നമ്മുടെ പഞ്ചായത്തുകളെ അവർ വളരെ വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലങ്ങളിൽ മലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, അല്ലാത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ പുനരധിവാസം നടക്കും. ഇതിപ്പോ ഇവരെല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ പുനരധിവസിപ്പിക്കണമെന്നൊന്നുമില്ല. 5 സെന്റും 10 സെന്റും ഒക്കെ നമുക്ക് ഇവിടെ വയനാട് ജില്ലയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്, വാങ്ങാനുണ്ട്, കൊടുക്കാനുണ്ട്. അവിടെയൊക്കെ ഇവരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുനരധിവസിപ്പിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഇവർക്കിനി എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒരു സിറ്റി ഉണ്ടാക്കി കൊടുത്തു നമുക്കറിയാം ഇങ്ങനെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടെത്തുന്നു. അത് അങ്ങനെയാണ് ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ വയനാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നും യാതൊരു സംശയമില്ലാത്ത. ഇനിയും ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ അവര് തേയില എസ്റ്റേറ്റുകളായിട്ട് അവര് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്യും, അത് പ്ലാന്റേഷനിൽ പെടുത്തുകയും അത് മുറിച്ചു കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞ് ചെയ്യും. അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ, അവർക്കതിന് എല്ലാ സാധാരണക്കാർക്കൊന്നും ഇതിന്റെ ഭവിഷ്യത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല. പറഞ്ഞാലും അതൊന്നും ആരും ചെയ്യേയില്ല. പക്ഷെ ഇപ്പൊ അനുഭവത്തിലൂടെ ഇത് പഠിച്ചു. അപ്പൊ ഇനി അത് ആവർത്തിക്കപ്പെടരുത്. ഇനി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. ഇത് നമ്മുടെ മനുഷ്യന്മാരുടെ, മൃഗങ്ങളുടെ, എല്ലാവരുടെയും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയാത്മകമായ കാര്യങ്ങളോട് നടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിന്റെ മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിന്റെ കാരണം. ഓക്കെ, ശ്രീ സ്റ്റാൻലി, ഒരു കാര്യം കൂടി. അവിടെ ഇപ്പോൾ നാളെ 6ാം നാളാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. ഇനി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കണമെന്നൊക്കെ പൊതുവിലൊരു സംശയം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിനി അങ്ങോട്ട് ഈ ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം? കാരണം ഇന്നലെയൊക്കെ തന്നെ 6 സെക്ടറുകളായി തിരിച്ചിട്ടായിരുന്നല്ലോ. അത് കൂടുതൽ ചിട്ടയോടെ നടക്കുന്നുണ്ട്, കൂടുതൽ സാങ്കേതിക വിദ്യകൾ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നടക്കുന്ന തിരച്ചിലിനെ കുറിച്ച് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ആദ്യത്തെ ദിവസം അവിടെ നടന്നത്, അന്ന് മിലിറ്ററി ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് ഏറ്റവും ആദ്യം തന്നെ അവിടെ നടക്കേണ്ടിരുന്നത് പാലം നിർമ്മാണമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ നടക്കേണ്ടിരുന്നത് ഒരു പാരലായിട്ട് വലിയ എക്യുപ്മെന്റ്സിനൊക്കെ കയറി പോകാനുള്ള സംവിധാനങ്ങൾ, വലിയ പാറക്കല്ലുകളൊക്കെ ഉരുട്ടിവെച്ച് പോകാനുള്ള സംവിധാനങ്ങൾ അതിനുള്ള എക്സ്പെർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ അവിടെ അക്കരയ്ക്ക് വണ്ടി എത്തുമായിരുന്നു. അതേപോലെ അവിടെ ചെന്ന് മുണ്ടക്കൈ പോലുള്ള സ്ഥലത്തേക്ക്, പുഞ്ചിരിമട്ടത്തേക്കൊക്കെ അവിടെ ചെല്ലാനും അവിടെ
ഏകോപിപ്പിക്കാനും ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഡ്രോൺ സംവിധാനങ്ങളുണ്ട്. എവിടെയും ചെന്ന് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ത് സാന്നിധ്യമുണ്ടോ എന്ന് അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അതേപോലെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്ക് പഞ്ചായത്തിലുള്ള കണക്ക് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മുഴുവനും ഉണ്ട്. അത് ലോകത്ത് എവിടെ നിന്നും ആർക്ക് പരിശോധിച്ചാലും അറിയാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളുമാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവരുടെ നല്ല രീതിയിലുള്ള പുനരധിവാസമാണ് നടക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും അത് പാലിക്കപ്പെടാനുള്ള സംവിധാനങ്ങളും ഒക്കെയാണ് വേണ്ടത്. അതിന് ഈ പറയുന്ന ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ദുരന്തങ്ങളെ വിറ്റ് ജീവിക്കാം എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളല്ല ഇനി സമൂഹത്തിന് വേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല വേണ്ടത്. കാരണം നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ഇതുവരെ കണ്ട നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം ഇനിയിപ്പോ സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയാണെങ്കിൽ നമ്മുടെ ഡ്രോൺ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തത വരുമായിരുന്നു. മരണസംഖ്യ, നഷ്ടപ്പെട്ടു പോയ വീടുകളെ കുറിച്ച് കൃത്യമായ കണക്ക് ആദ്യം തന്നെ പറയാമായിരുന്നു. ആ വീടുകളിൽ എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്ക് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. അവിടെ പൊട്ടി ഏകദേശം 8 മീറ്റർ ആയിരുന്നു അതിന്റെ ആദ്യത്തെ പുഴയുടെ വീതി ഉണ്ടായിരുന്നത്. അതിന് അക്കരെ കടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ മെഷീനുകൾ അക്കരെ എത്തിക്കാമായിരുന്നു. പിന്നെ അത്യാധുനിക സൗകര്യങ്ങൾ നമുക്ക് പല ദുരന്തങ്ങൾ വരുമ്പോൾ ജപ്പാനിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ പല അത്യാധുനിക സൗകര്യങ്ങളും വരാറുണ്ട്. അതൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ ISROയുടെ സേവനം കൃത്യമായിട്ട് അന്ന് തന്നെ ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല എന്ന് ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ തെറ്റാണ്. കൃത്യമായ കാര്യങ്ങൾ അറിയാം. അതിന്റെ എല്ലാ തെളിവുകളോടുകൂടി, അടിസ്ഥാനപരമായ കണക്കുകളോടുകൂടി, വിവരങ്ങളുടെ വ്യക്തതയോടുകൂടി തന്നെ നമുക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ഇത് പറയാനുള്ള ആർജവുമുണ്ട്, പറയാനുള്ള കഴിവുമുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ ഇത് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല, നമുക്ക് ഇത് നഷ്ടപ്പെട്ട കൊച്ചുകുട്ടികളൊക്കെ എത്രയോ കൊച്ചുകുട്ടികളുടെ നമുക്കത് ഓർക്കാൻ പറ്റത്തില്ല. ഇത്ര മനോഹരമായ, ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഒരു പർദീസയായിരുന്നു ഈ പറയുന്ന മേപ്പാടി എന്ന് പറയുന്നത്. അതാണ് ഇത്തരത്തിലായത്. നിരന്തരമായ പഠനങ്ങൾ വേണം. പഠനങ്ങൾ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുകയും വേണം എന്നുള്ളതിൻ്റെയൊക്കെ ആവശ്യകത അതിങ്ങനെ കൂടി വരികയാണ്. ഡോക്ടർ CM ജോയ്, എന്തായാലും നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഒരു സംശയം കൂടി സർ, കാരണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉണ്ട് കേരളത്തിൽ, അതൊരു സത്യമാണ്. അവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്താൽ പ്രകൃതി നൽകുന്ന തിരിച്ചടി ഒന്നും നമുക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പക്ഷേ മനുഷ്യന് താമസിക്കേണ്ട സ്ഥലവും, കാരണം ജനസംഖ്യ ഇങ്ങനെ കൂടുകയാണ്, അത് അനിവാര്യമാണ്. അപ്പോൾ ഈ സയൻറ്റിഫിക്കായി ഒരു പക്ഷേ ഈ വീടുകളൊക്കെ കെട്ടി നിർത്തണം. നമ്മൾ ഈ ചില വിദേശ രാജ്യങ്ങളിൽ കാണുമല്ലോ, ഈ വെള്ളത്തിന് പുറത്ത് ഈ തൂണുകളൊക്കെ ഉയർന്നു നിൽക്കുന്ന വീടുകളൊക്കെ. അത്തരത്തിൽ ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് നിർമ്മിതികളൊക്കെ കുറയ്ക്കേണ്ടതിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്തിടെക്കായി ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ കൂടി നമ്മളൊന്ന് മാറി ചിന്തിക്കണം. നിർമ്മാണ രീതി എങ്ങനെ വേണം ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ട സമയമായിട്ടില്ലേ? നമ്മുടെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ മാറി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. കേരളത്തിലെ അദ്ദേഹത്തിനെ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു റിപ്പോർട്ടായിരുന്നു. എങ്ങനെ ഹൈ റേഞ്ചിൽ ജീവിക്കണം, എത്ര അച്ചടക്കത്തോടുകൂടി ജീവിക്കണം, ഇനി എത്ര കാലം ജീവിക്കണമെങ്കിൽ, കൂടുതൽ കാലം ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് 22 ഡിഗ്രി ചരിവുള്ള സ്ഥലത്ത് കെട്ടിടങ്ങൾ വെക്കാൻ പാടില്ല. വളരെ വ്യക്തമായിട്ടുള്ളതാണ്. റോഡ് കൺസ്ട്രക്ഷൻ ഈ കേക്ക് കട്ട് ചെയ്ത പോലെ മലകളെ കട്ട് ചെയ്ത് ഒരു റോഡ് നിർമ്മാണം പാടില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് മുമ്പ് നടന്ന അപകടത്തിലൊക്കെ റോഡ് കട്ട് ചെയ്തേക്കണത് കേക്ക് പോലെയാണ്. അപ്പൊ അവിടെ വെള്ളം വരുമ്പോൾ ഈ റോഡടക്കം തള്ളിപ്പോരും. അതുപോലെ തന്നെ ഈ ഭാരവണ്ടികള്, ഈ ഹൈ റേഞ്ചിൽ കയറി ഇറങ്ങുന്ന ഭാരവണ്ടികൾ, അത് കരിങ്കല്ല് ലോറി ആയാലും വലിയ ബസ്സുകളായാലും കണ്ടെയ്നറുകളായാലും അതൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കുന്നുകളെ ഇതുപോലെ വിറപ്പിച്ച് ഷിവർ ചെയ്തുകൊണ്ട് ഈ കുന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകളുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള നാഷണൽ ബിൽഡിംഗ് കോഡ് ഈ കേരളത്തിലുള്ള ജില്ലകളിൽ, മലകളുള്ള ജില്ലകളിൽ നടപ്പാക്കണം. നാഷണൽ ബിൽഡിംഗ് കോഡ് 1 നില 2 നില
ഇപ്പോൾ ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലത്ത് കുന്നുകൾ ഉണ്ടെങ്കിലും ഒരു നില 2 നിലയിലും വലിയ ബിൽഡിങ്ങുകളില്ല. അതിലും കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നിലകളല്ല, അവർ ഈ കുന്നിലേക്ക് കിടത്തിയാണ് പണിയുന്നത്. അപ്പൊ ഒരിക്കലും ഉയരത്തിൽ വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ശാസ്ത്രീയം, അതുപോലെ ക്യാരിയിങ് കപ്പാസിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥലത്ത് സംവഹന ശേഷി ആ സ്ഥലത്തിന് പറ്റാത്തതിലധികം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുകയും വേസ്റ്റ് ഇടുകയും ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന ആ പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടി ക്യാരിയിങ് കപ്പാസിറ്റി നോക്കണം. ഇപ്പം ഭൂതാറിലൊക്കെ സംഭവിക്കാൻ പോണത് അതാണ്. അവിടെ ചെല്ലാവുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വാഹനങ്ങളാണ് അവിടെ ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി, സംവഹന ശേഷിയൊക്കെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ വികസിക്കുന്ന നഗരങ്ങളിലും നടപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മളൊരു അച്ചടക്കത്തോടു കൂടിയുള്ള വികസനം നടപ്പാക്കിയാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. യെസ്, കർണാടകയിലെ ഷിരൂരിലും സംഭവിച്ചത് പ്രകൃതി ദുരന്തം തന്നെയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ മാത്രമായ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകൾ എല്ലാം ഒന്ന് കെട്ടടങ്ങിയത് ഇപ്പോൾ വയനാട്ടിലെ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ്. പക്ഷേ അതും കെട്ടടങ്ങും. അത് പോരാ എന്നുള്ളത് നമ്മളെ മാറി മാറി വരുന്ന ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ചർച്ചകൾ മാത്രം പോരാ, എല്ലാം പഴയപടിയാകുന്നത് അടുത്ത ദുരന്തം ഉണ്ടാകുമ്പോൾ വരെ മാത്രം പോരാ എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും നിലനിൽപ്പിനും സംരക്ഷണം കൂടിയേ മതിയാകൂ. അത് ഉറപ്പിക്കേണ്ടത് അധികാരികളാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ CM ജോയ്, ഒപ്പം തന്നെ സ്റ്റാലിൻ അദ്ദേഹത്തിനും, ഒപ്പം തന്നെ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിജയകുമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം അടുത്ത ബുള്ളറ്റിൻ കാണാം. നമസ്തേ.